പാഷന്റെ പേര് സാം എന്നാണ് പാഷന്റെ പേര്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം സ്തോത്രം. ഇന്ന് പകൽക്കാലം ഉപവാസപ്രാർത്ഥനയല്ല, നമ്മുടെ 3 ദിവസത്തെ പ്രാർത്ഥനയുടെ 2ാം ദിനത്തിലെ ദിവസങ്ങളിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തെ ഓർത്ത് നിന്നോട് സ്തുതിക്കുന്നു. ഞാനും ജോർജ് ഷാൻ ഏകദേശം 1.5 വർഷങ്ങളായി. നിങ്ങൾ ഫോൺ വഴിയുള്ള പരിചയപ്പെടൽ മാത്രമേ ഉള്ളൂ. മുമ്പൊരു ദിവസം ഇവിടെ വന്നിരുന്നു. ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. കർത്താവിൻ്റെ ദാസനുമായിട്ട് ഞാൻ ആത്മീയമായ നല്ലൊരു സുഹൃത്ത് ബന്ധം കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങൾക്ക് തന്നു. അത് ഇന്നുവരെയും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു ആത്മീയമായ കാഴ്ചപ്പാടിലേക്ക് താൻ വന്നു. എന്നാൽ ഒന്നുകൂടി ഇന്ന് വിശാലതപ്പെടാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് കൂടുവാനും ഒരു അവസരം ഞങ്ങൾ നോക്കി. അങ്ങനെ കർത്താവ് ആ സമയം നൽകി തന്നു. അതിൻ്റെ 2ാം ദിനമാണ് ദിവസങ്ങളിലായിരിക്കുന്നത്. ഈ സഭയുടെ കർത്താവിൻ്റെ ദാസനും ദാസിക്കും പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്കും വന്ദനം അറിയിക്കുന്നു. സമയം ഏറെ മുൻപോട്ട് പോയി. ഞാൻ ചില വിഷയങ്ങളെടുത്ത് പ്രസംഗിക്കുമ്പോൾ അതിനിച്ചിരി സമയം വേണ്ടി വരും. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസനോട് ചോദിച്ചു. അപ്പോൾ ആ വിഷയം തീരുന്നവരെ പ്രസംഗിക്കും. ചിലപ്പോൾ 1.5 ആയാലും നിങ്ങൾ ക്ഷമയോടെ ഇരിക്കണമെന്ന് 2 മണി വരെ. കർത്താവിന് മഹത്വം. കാരണം ദൈവദാസന്മാർക്കറിയാം, ഒരു വിഷയം എടുത്ത് പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ സമാപ്തിയിലേക്ക് കൊണ്ടുവരാതെ അത് പോകുമ്പോൾ അത് വലിയ ദുഃഖമാണ് ഹൃദയത്തിൽ. കാരണം തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാൽ തെറ്റിപ്പോകും. അപ്പോൾ തിരുവെഴുത്തുകളെ അറിഞ്ഞ് ആ വ്യവസ്ഥയിൽ നിലനിൽക്കുമ്പോഴാണ് വിജയകരമായി ക്രിസ്തീയത നയിക്കാൻ നമുക്ക് കഴിയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പഠനത്തിലേക്ക് നമ്മൾ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 6-ാം അധ്യായം സംക്ഷിപ്തമായി ലഭിച്ചിരിക്കുന്ന സമയത്തിൽ നമുക്ക് പഠിക്കാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം ഒന്ന് വായിച്ചാട്ട് ഞാൻ റോമാലേഖനത്തിലേക്ക് വരുന്നുണ്ട്. ആമുഖമായി 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കടക്കുന്നു. മത്തായിയുടെ സുവിശേഷം 16-ന്റെ 19 ഒരാൾ വായിക്കാം. 16-ന്റെ സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. മതി, അത്രയും മതി. ഇനി 16-ന്റെ 22, 16-ന്റെ 23 വായിക്കാം. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, ആമേൻ, കർത്താവേ, അത് അരുത്, നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് സാധിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് രക്ഷയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, മതി. ഞാനിത് ഈ വചനം ധ്യാനിച്ചപ്പോൾ താക്കോല് കിട്ടിയത് ഏത് അധ്യായത്തിലാ? 16-ാം അധ്യായത്തിൽ. താക്കോല് കിട്ടി 2-3 വാക്യം ഇങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രോസ് ആരായി മാറി? നിങ്ങൾ പറഞ്ഞു ധൈര്യമായിട്ട്, സാത്താനായി. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? വൈ? ഒരു പഠനമായിട്ട് ഇരുന്നോട്ടെ. കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്താൽ മാത്രമേ ആദാമ്യ പാപത്തിൽ നിന്ന് ലോകത്തിന് എന്തുള്ളൂ? വിടുതലുള്ളൂ. ആ വിഷയത്തെക്കുറിച്ച് പത്രോസിനോട് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞ മറുപടി അതിന് വിപരീതമായിരുന്നു. അതിൽ നിന്ന് ഞാനൊരു ദൂത് കടഞ്ഞെടുത്ത് ദൈവസഭയ്ക്ക് തരികയാണ്. ദൈവവ്യവസ്ഥ വിട്ടുള്ള കാര്യങ്ങൾ നാം പറയുമ്പോൾ, ചെയ്യുമ്പോൾ നമ്മളിൽ വ്യാപരിക്കുന്നത് ദൈവാത്മാവായിരിക്കണം എന്ന് ഇല്ല. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം ഞാൻ ആലോചിച്ച്, ദൈവമേ, താക്കോൽ അങ്ങോട്ട് കൊടുത്തേ ഉള്ളൂ. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ പത്രോസ് ദൈവഹിതത്തിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഈ തോത് എനിക്കുള്ളതാണ്, നിങ്ങൾക്കുള്ളതാണ്. ഈ ദിവസങ്ങൾ വളരെ പരിജ്ഞാനത്തോടെ, വിവേകത്തോടെ നമ്മുടെ പ്രസംഗങ്ങൾ, എൻ്റെ പ്രസംഗങ്ങൾ, നമ്മുടെ എല്ലാ ശുശ്രൂഷകളും ദൈവവചന വ്യവസ്ഥ പ്രകാരം പോയില്ലെങ്കിൽ അവിടെ ശത്രു കയറി ഇടപെടാനിടയായിത്തീരും. പിന്നെ വാപിശാചി എന്നും പറഞ്ഞ പിയായി പോകത്തില്ല. ആ വിഷയങ്ങൾക്കൊരു ക്രമീകരണം വരുത്താതെ സാത്താൻ മാറത്തില്ല. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. സ്തോത്രം. ഞാനിത് എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ ദിവസങ്ങളിൽ ദൈവസഭകൾ പോകുന്നത് ഒരു ആത്മീക അരാജകത്വത്തിലേക്കാണോ എന്ന് ഞാൻ സംശയിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ദൈവവചനത്തിന് സഭകളിൽ പ്രാധാന്യമില്ല. ദൈവവചനത്തിന് സ്തോത്രം സ്ഥാനം കൊടുക്കുന്നില്ല. വചനങ്ങൾ പ്രസംഗിക്കുകയും വചന വ്യവസ്ഥ പ്രകാരം ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾക്ക് എന്തോ സംഭവിച്ചതുപോലെ എനിക്ക് തോന്നിപ്പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ദൂത് പറയാനിടയായി തീർന്നത്. ഇത് നമ്മൾ പൽക്കാലം ചിന്തിക്കാൻ പോകുന്ന വചനം, സ്തോത്രം, റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം കുറിവാക്യമായിട്ട് വായിച്ചിട്ട്, പാപത്തിന് ശമ്പളം മരണമത്രേ, ആമേൻ, ദൈവത്തിന് കൃപാവരമോ
നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നിത്യജീവൻ തന്നെ. ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വായിച്ച വേദഭാഗത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പൽക്കാല വചനങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് ആത്മാവിൽ നൽകി തരണമേ. തിരുവെഴുത്തുകളുടെ യഥാർത്ഥ സത്യങ്ങൾ പരിശുദ്ധാത്മാവിൽ അത് വെളിപ്പെട്ട് വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടയാക്കണം. തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാ വ്യാപാര ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു, അതിനെ ശാസിക്കുന്നു. ദൈവാത്മാവ് തന്നെ ഞങ്ങളോട് സംസാരിക്കണം. അതിനായി അടിയൻ്റെ നാവിനെ ഉപയോഗിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ഈ റോമാലേഖനം നമ്മൾ പഠിച്ചു വരുമ്പോൾ റോമാലേഖനത്തിലെ പ്രധാന പഠനം നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, 3 പഠനങ്ങളാണ്. നീതീകരണം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നു. രണ്ടാമതുള്ള വിശുദ്ധീകരണം നമ്മുടെ ഭാഗത്ത് നിന്ന് നാം ചെയ്തെടുക്കേണ്ടതാണ്. മൂന്നാമത് എന്താ നമ്മൾ പറഞ്ഞത്? തേജസ്കരണം. അത് കർത്താവിൻ്റെ വരവിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ചുള്ള ഗഹനമായ പഠനങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലൂടെ നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കും. എസ്പെഷ്യലി ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് പൗലോസാണ് പഠിപ്പിക്കുന്നത്. ഈ പൗലോസിൻ്റെ ലേഖനങ്ങളുടെ പ്രത്യേകത, പൗലോസ് ആരാണെന്ന് ചോദിച്ചാൽ ഗലാത്യർ 1:1 അതിന് മറുപടി കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞാൽ ശരിയാകത്തില്ല. ഒന്ന് വായിച്ചേ, പടപടേന്ന് വായിച്ചു പോകാം. ഗലാത്യർ 1:1 പൗലോസ് ആരാന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. പറഞ്ഞു, വായിച്ചു, എടുത്തവരങ്ങ് വായിച്ചോ, പെടാന്ന് വായിച്ചു. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അപ്പോസ്തലനായ പൗലോസും. മതി. അപ്പോ പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവൻ. എഫേസ്യ ലേഖനം 4:11 അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചില ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അപ്പം ദൈവം നിയമിച്ചു വെച്ച ശുശ്രൂഷ വൃന്ദങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ദൈവം നിയമിച്ചു വെച്ച ശുശ്രൂഷ വൃന്ദങ്ങൾ, ദൈവസഭയെ പഠിപ്പിച്ച ഈ ഉപദേശങ്ങൾ നമുക്ക് ഈ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ ഉപദേശങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ച് ഇന്നലെ ഞങ്ങൾ ഒരു അരമണിക്കൂറെന്നും പറഞ്ഞ് ഇത് 2 മണിക്കൂർ അങ്ങ് പോയി. ഞങ്ങൾ 3 പേരെ ഉണ്ടാവുള്ളൂ. അരമണിക്കൂറാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരുന്ന് 2 മണിക്കൂർ അങ്ങ് പോയി. അതിൽ കയറി വന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഇത്. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വിഷയം തന്നെ ഒന്നുകൂടി എലാർജ് ചെയ്ത് കടന്നു വരുന്ന ദൈവത്തിന് കൊടുക്കാൻ കർത്താവിൻ്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചത് കൊണ്ടാണ് ഇത് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കത്തില്ല, ഒരുപക്ഷെ നിങ്ങളെ ഇത് വേദനിപ്പിക്കുന്നതായിരിക്കും, ഒരുപക്ഷെ ഇത് കൈപ്പേറിയ ഒരു മരുന്ന് പോലെ ആയിരിക്കാം. എന്നാൽ മുൻവിധി കൂടാതെ ഈ വചനം കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ നിങ്ങൾക്കത് അനുഗ്രഹമായി തീരുമെന്ന് 100% ഞാൻ ഉറപ്പ് തരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഇത് കേൾക്കുക. അപ്പോൾ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. സ്തോത്രം. ആരുടെ വിശ്വാസം? ഒരു ശിഷ്യൻ കർത്താവിനെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നാം ഓരോരുത്തരും കർത്താവിനെ വിശ്വസിക്കുന്നു. എന്താ നമ്മൾ വിശ്വസിക്കുന്നത്? യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുക. യാതൊരു വിലയും അതിന് കൊടുക്കണ്ട, ഒരു പൈസ നമുക്ക് കർത്താവിന് കൊടുക്കണ്ട. നീതീകരണം ഫ്രീ ആയിട്ട് ദൈവം നമുക്ക് തരിക. അതെങ്ങനെയാണ് ലഭിക്കുന്നത്? യേശു എൻ്റെയും പാപത്തിന് വേണ്ടിയാണ് മരിച്ചതെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ കർത്താവിൻ്റെ നീതീകരണം എന്നെ മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട് നരകത്തിലേക്ക് തള്ളിക്കളയാൻ വേണ്ടി, സ്തോത്രം, സ്വർഗീയ കോടതി തീരുമാനിച്ച വിധിയെ തിരുത്തി എഴുത് തൻ്റെ പുത്രനെ ഇവൻ വിശ്വസിച്ചത് കൊണ്ട് ഇവൻ നീതിമാനം എണ്ണുകയാണെന്ന് പറഞ്ഞ് ദൈവം അവനെ നീതീകരിക്കുന്നു. ദാറ്റ് ഈസ് ജസ്റ്റിഫിക്കേഷൻ. നിങ്ങൾ ക്ഷമിക്കണം, എൻ്റെ ഒരു പഠനം പോലെയാണ് പോകുന്നത് ദൈവവചനം. സ്തോത്രം. അപ്പോൾ തന്നെ ചില സമയത്ത് പ്രസംഗ ശൈലിയിലേക്കൊക്കെ വരുന്നുണ്ട്. അത് ദൈവാത്മാവ് ഏത് നിലയിൽ നയിക്കുന്നു ആ നിലയിൽ വരാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം നമ്മളെ വചനത്തിലൂടെ ഒന്ന് ഉണർത്താൻ ഇന്ന് പൽക്കാലം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നീതീകരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളൊരു മറുപടി ഒന്നേ ഉള്ളൂ വചനത്തിലൂടെ. എൻ്റെ പാപത്തിനു വേണ്ടി യേശു കർത്താവ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിച്ചപ്പോൾ നിത്യമായ നരകത്തിന് വിധിക്കപ്പെട്ട് കിടന്ന എന്നെ സ്വർഗീയ കോടതി ഫ്രീ ആയിട്ട് വിട്ടു, എന്നെ നീതീകരിച്ചു. ഈ നീതീകരണം പ്രാപിച്ച വ്യക്തി പിന്നെ ചെയ്യേണ്ട വ്യവസ്ഥയാണ് റോമാലേഖനം 6-ാം അധ്യായം പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, റോമാലേഖനം 6-ാം അധ്യായത്തിലൂടെ കയറി ഇറങ്ങാതെ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുകയില്ല.
നമ്മൾ വായിച്ച കുറിവായിക്കം ഒന്നുകൂടി വായിക്കുക. എല്ലാവരും ഒന്ന് പറഞ്ഞേ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ. പാപത്തിന് ശമ്പളമുണ്ട്, വേജസ് ഓഫ് സിൻ ഡെത്ത്. എന്നാൽ ദൈവത്തിന്റെ കൃപാവരം നിത്യജീവൻ. അപ്പൊ കൃപാവരം കാശ് കൊടുക്കണോ നമ്മൾ? വേണ്ട, ഫ്രീ ആയിട്ട് കിട്ടുക. പക്ഷെ ഫ്രീ ആയിട്ടാണ് കൃപാവരമായി നിത്യജീവൻ നമുക്ക് തരുന്നു എന്നുണ്ടെങ്കിലും അതിന് വില കൊടുക്കണം. അതാ ഇവിടെ പൗലൂസിന്റെ പഠിപ്പിക്കൽ. അതിന് വില കൊടുക്കണം, അതിന് വചനമനുസരിക്കണം, അതിന് വിശുദ്ധിയിൽ ജീവിക്കണം, അതിന് പാപം ചെയ്യാതെ ജീവിക്കണം, അതിന് ദൈവവചനത്തിന്റെ ഓരോ പ്രമാണങ്ങളും, ദൈവസഭയ്ക്ക് തന്നിരിക്കുന്ന പ്രമാണങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി നമ്മുടെ ജീവിതത്തിൽ അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ കൃപാവരമായി കിട്ടുന്ന നിത്യജീവൻ പ്രാപിച്ചെടുക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. ദൈവങ്ങൾ എന്നോടൊപ്പം വരണം കേട്ടോ. സ്തോത്രം, 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 സ്തോത്രം. ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. ഒരുത്തൻ ചോദിച്ചു, ഗുരു ഞാൻ നിത്യജീവൻ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ഇപ്പൊ എന്തോ പറഞ്ഞു യേശു? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോ. മോശയുടെ പ്രമാണം, അവൻ മോശയുടെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നു. നമ്മുടെ മോശയുടെ പ്രമാണം അനുസരിച്ചല്ലേ ജീവിക്കുന്നു. ഇതുകൊണ്ട് ഗലാത്യലേഖനം 6:2 തമ്മിൽ പാറകളെ ചോപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. അപ്പൊ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം, ക്രിസ്തുവിന്റെ ഉപദേശം, ക്രിസ്തുവിന്റെ പത്യവചനം, പത്യോപദേശമാണ് നമ്മുടെ പ്രമാണം. അപ്പൊ ഇവൻ മോശയുടെ പ്രമാണം അനുസരിച്ച് ജീവിക്കേണ്ട ഒരു വ്യക്തി ആയതുകൊണ്ട് കർത്താവ് അവനോട് പറഞ്ഞു, നീ പോയി പ്രമാണം അനുസരിച്ച് ജീവിക്കുക. അവന്റെ മറുപടി എന്തുവായിരുന്നു? സൗകര്യമാരെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. മറുപടി പറഞ്ഞോ പെട്ടെന്ന് പറ, അല്ലെങ്കിൽ ആ പിള്ളേർ പറയൂല. ഞാൻ ചെറുപ്പം മുതലേ അന്വേഷിച്ചു ജീവിച്ചു വരും. ചെറുപ്പം മുതലേ പ്രമാണം അനുസരിച്ച് ജീവിച്ചു. ഞാൻ സാധാരണ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറയുന്നത്, അവനെപ്പോലെ നല്ലൊരു വ്യക്തി ലോകത്ത് വേറെയില്ല. കാരണം അവന് കൊടുത്ത പ്രമാണം അവനനുസരിച്ചല്ലോ. ഓ, എന്തൊരു മനോഹരമാണ്. യഹൂദന്മാരോട് പറഞ്ഞു, മോശ നിങ്ങൾക്ക് പ്രമാണം തന്നിട്ടില്ലെങ്കിലും നിങ്ങൾ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഒരു കൂട്ടരോട് പറഞ്ഞില്ലേ? ഓർക്കുന്നുണ്ടോ? ആ സമയത്ത് ഈ ചെറുക്കൻ എന്ത് ചെയ്യുക? ചെറുപ്പക്കാരൻ അനുസരിക്കുന്നു. അപ്പൊ കർത്താവ്, നമുക്കറിയാമല്ലോ, കർത്താവ് ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ എന്താ പറ്റി? ആള് ഇച്ചിരി നമ്മുടെ അറബിയ ഭാഷയെ ഞങ്ങൾ അതാ പുലുസ് കതീർ, ആ പൈസ കൂടുതലാണ്, ഇഷ്ടംപോലെ സ്വത്തും കാര്യങ്ങളെ കൊണ്ട് കോടിക്കണക്കിന് സമ്പാദിച്ച് വെച്ചിട്ടാണ് നിത്യജീവൻ വരുന്നത്. അപ്പോൾ അവനോട് പറഞ്ഞു, നിനക്കുള്ളത് വിറ്റ് യൂസഫലിയുടെ കയ്യിൽ കൊടുക്കരുത്, പിന്നെ മറ്റാരുടെയും കയ്യിൽ കൊടുക്കരുത്. എന്ത് ചെയ്യണം? ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വാ. നിത്യജീവൻ നിനക്ക് വേണമെങ്കിൽ ഇതേ ഉള്ള പരിപാടി, വേറെ വഴിയൊന്നുമില്ല. ഇവൻ സമ്പത്ത് വർദ്ധിച്ചത് കൊണ്ട്, കൂടുതലുള്ളത് കൊണ്ട് എന്ത് പറ്റി? സുവിശേഷകൻ എന്താ അവനെക്കുറിച്ച് പറയുന്നത്? അയ്യോ, അതറിയത്തില്ലേ? സുവിശേഷം പറയുന്നത് എന്താണെന്ന് അറിയത്തില്ലേ? അവൻ ദുഃഖത്തോടെ പോയെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സമ്പത്ത്, നമ്മുടെ ദൈവത്തെ സേവിക്കുവാൻ തടസ്സമായിട്ടുള്ള അവസ്ഥകൾ നമ്മളെ നിത്യജീവനിൽ അകറ്റിക്കളയുമെന്നൊരു ദൂതായി നടത്താൻ കുഴപ്പമുണ്ടോ? സ്തോത്രം, 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 സ്തോത്രം. അതാ ഞാൻ നേരത്തെ അഡ്വാൻസ് ആയിട്ട് നിങ്ങളോട് ജാമ്യം ചോദിച്ചിട്ട് പറഞ്ഞത്, നമ്മളെ ഇച്ചിരി വേദനിപ്പിക്കുന്ന ദൂതുകളായിരിക്കും. അതുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിച്ചാൽ ചില കൊച്ചുങ്ങൾക്ക് രോഗം വരുമ്പോൾ വൈദ്യര് പറയാം. അത് വൈദ്യര് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാലേ, അല്ല, സ്തോത്രം, സ്തോത്രം, ഞാൻ പറയാം. വൈദ്യര് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാലേ, മരുന്ന്, കയ്പുള്ള മരുന്ന് കൊടുക്കാൻ പറയും കുഞ്ഞിന്, വയറിന് അസുഖമുണ്ട്. സ്തോത്രം. അപ്പോൾ അപ്പനും അമ്മയും അങ്ങോട്ട് മുഖത്തോട് നോക്കി, എവനിത് കുടിക്കില്ല, എവനിത് കുടിക്കില്ല. അപ്പോൾ വൈദ്യരുടെ മറുപടി, കുടിപ്പിച്ചേ പറ്റൂ. ഇത് ദയവായിട്ട് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിലൊക്കെ മെസ്സേജ് പോകുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി അപശബ്ദങ്ങൾ വന്നാൽ അത് ഒരിതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ വൈദ്യർ പറഞ്ഞു, ഇത് കുടിപ്പിച്ചേ അടങ്ങത്തുള്ളൂ. അപ്പോൾ അപ്പനും അമ്മയും മുഖത്തോട് മുഖം നോക്കിയിട്ട്, ഒരു കാര്യം കുടിപ്പിക്കാം. അവർ 2 ആങ്ങളെ ചെറുക്കന്മാർ കൂടിയുണ്ട്, കുറേ 8-10 വയസ്സുള്ളത്. ഒരാൾ ഒരു കൈ നീ ഇവിടെ പിടി, ഒരു കൈ ഇവിടെ പിടി, കാലെവിടെ പിടി. അപ്പൻ്റെ കൈ നീ കവളിലോട്ട് ഇങ്ങനെ പിടിച്ചു, കവളം അങ്ങ് തുറന്നു കൊടുത്തു, കുഞ്ഞിൻ്റെ കവള് മരുന്ന് ഒഴിച്ചു കൊടുത്തു. ഒരു 3 ദിവസം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ പറ്റി? കുഞ്ഞ് ഓക്കെയായി. അപ്പോൾ ഈ കയ്പുള്ള ദൂതാണെന്ന് നമുക്ക് തോന്നിയാലും, ഇത് ബുദ്ധിമുട്ടുള്ളതാണെന്ന് തോന്നിയാലും, ഇതനുസരിച്ചാൽ നമുക്ക് ഗുണമുണ്ടെന്ന് ഞാൻ പറയാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ആ ധനവാന് സ്വർഗരാജ്യം പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ ആ ധനം തടസ്സമായിരുന്നു എന്ന് ദൈവമക്കൾ ഓർത്തു. അവിടെയാണ് ഒട്ടകവും സൂചിക്കൊള്ളിയും കയറി വന്നത്. ഇപ്പൊ ചിലർ പറയുന്നത്, യെരൂശലേമിൽ ഒരു സൂചിക്കുഴ ഉണ്ടായിരുന്നു, ഒട്ടകം. അതൊക്കെ ശരി, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞതിൽ ഒരു കാര്യം, ക്രമാതീതമായ ധനവും സമ്പത്തും ഈ ലോകത്തിൻ്റെതൊക്കെ നിത്യജീവൻ പ്രാപിപ്പാൻ തടസ്സമാണ്. ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ച്, ഈ സുവിശേഷം കൊണ്ട് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക പലരും.
എനിക്കതിനോട് ഭയങ്കര സങ്കടമാണ്. ഈ അച്ചായൻ ഒരു ദിവസം എന്നോട് ചോദിച്ചു, പാസ്റ്ററെ എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ താല്പര്യപ്പെട്ടു? ഇപ്പോൾ പലരും വന്നുകൊണ്ട് ഞാനത് ഒന്നുകൂടി ഒന്ന് പറയുക. എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത്? എങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്? 2.5 ഗ്ലാസ് വെള്ളം തന്നാൽ കേരളത്തിൽ എവിടെയും പോയി ദൈവവചനം പ്രസംഗിക്കാമെന്ന് പാസ്റ്റർ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി ഇതാണ്: ഈ ദൈവവചനം, നിർമ്മലമായ ദൈവവചനം വിറ്റ് മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുക. ഈ വചനം വിറ്റ് കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുക. ഈ വചനം വിറ്റ് സമ്പാദിച്ചു കൊണ്ടിരിക്കുക. ഇല്ലില്ല ദൈവമക്കളെ, അങ്ങനെ ഒരു പ്രമാണം പുസ്തകത്തിലില്ല. ഇത് ദാനമായി കിട്ടി, ദാനമായി കൊടുക്കുക. ഇതിന് റേറ്റ് ഒന്നുമില്ല, ഒരു ഫിക്സഡ് റേറ്റ് ഒന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും ദൈവദാസന്മാർക്ക് സന്തോഷത്തോടെ ആരെങ്കിലും കൊടുക്കുന്നെങ്കിൽ അത് മേടിച്ചുകൊണ്ട് മിണ്ടാണ്ട് പോകാനല്ലാതെ ഇത്ര റേറ്റ് തന്നാലേ. എൻ്റെ കൂടെയുള്ള ഒരു പേട്ട് ചെറുക്കൻ എന്ന് പറയുന്നതിൽ നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. അവനൊരു പാട്ട് പാടണമെങ്കിൽ അവന് 1 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ. ഞാൻ വെച്ചത് എൻ്റെ ദൈവമേ, എന്താ ദൈവങ്ങൾ മനസ്സിലാക്കുന്നത്? ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഐ നോ ഓർഗൻ, ഗിറ്റാറ്, പിന്നെ ഭംഗിയായിട്ട് പാടും. വേണമെങ്കിൽ ജോർജാൻ്റെ മൊബൈലിൽ വാട്സപ്പിൽ ഞാൻ 1-2 പാട്ട് ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരും. കാരണം പാട്ട് നന്നായിട്ട് പാടും, അതിലൊന്നും വിഷയമില്ല. പാട്ട് പാടുന്നതല്ല വിഷയം. അതൊക്കെ ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ ചെയ്യുന്നതാണ്. അതിനേക്കാളൊക്കെ ഉപരി നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഓട്ടക്കളത്തിൽ പാപം വിട്ടോടുന്നതാണ് പ്രധാനമെന്നാണ് ഇന്ന് പലകാലം ദൂത് പറയുന്നത്. പാട്ടുപാടി കൊണ്ടൊന്നും ഭാഷയെ തെറ്റായിട്ടൊന്നും ചിത്രീകരിച്ചിരിക്കില്ലേ കേട്ടോ. ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. നമ്മുടെ വിഷയം നിത്യജീവൻ. പരദേശ മോക്ഷയാത്രയിൽ എഴുതിയിരിക്കുന്ന പോലെ മോക്ഷയാത്രയ്ക്ക് വേണ്ടിയുള്ള ഓട്ടക്കളത്തിൽ നമ്മൾ ഓടണം. അതിനെന്ത് വേണം? പാപം വിട്ടുള്ളൊരു ജീവിതം. ഇനി റോമാലേഖനത്തിലേക്ക് വരുന്നു. സമയത്തിൻ്റെ പരിമിതിയിൽ നിർത്തേണ്ടിയുള്ള റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ വായിച്ചാട്ട് അതിൻ്റെ 2-ാമത്തെ വാക്യം തൊട്ട് വായിക്കാം. 5-ന്റെ ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? 5-ന്റെ കണ്ടിന്യൂഷനാണ് 6-ന്റെ 1. അതുകൊണ്ട് ഞാനത് വിട്ടിട്ട് 6-ന്റെ 2 തൊട്ട് വായിക്കുക. നാം പാപസംബന്ധമായി മരിച്ചു. ഇവിടെ ഈ പൗലോസ് പറയുന്നത് താഴോട്ടുള്ള ഭാഗം വായിച്ചു വരുമ്പോൾ സ്നാനത്തിലൂടെ നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു. പാപസംബന്ധമായി നാം മരിച്ചു, ഒരു പുതിയ സൃഷ്ടിയായി. സ്തോത്രം. ഇത് വളരെ പ്രധാനമർഹിക്കുന്ന ഒരു ദൂതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. സ്തോത്രം. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി വായിച്ച പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നു. പാപസംബന്ധമായി മരിച്ചു. എങ്ങനെ മരിച്ചു? 3-ാം വാക്യം വായിക്കാം. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുക. അങ്ങനെ ഒരു മരണം, അങ്ങനെ ഒരു മരണം, സ്നാനത്തിലൂടെ ഒരു മരണം. പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിനെ സ്വീകരിച്ചപ്പോൾ പഴയ പാപ സ്വഭാവത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ഒരു മരണം. അക്ഷരിക മരണമല്ല കേട്ടോ ഇവിടെ ചിന്തിക്കുന്നു. ആത്മീയമായ ഒരു മരണം സംഭവിച്ചു. രക്ഷിക്കപ്പെട്ടവരെ, സ്നാനപ്പെട്ടവരെ, പരിശുദ്ധാംശം പ്രാപിച്ചവരെ, നമ്മുടെ പാപ സ്വഭാവങ്ങൾക്ക് നമുക്ക് വിടുതൽ കിട്ടിയോ? പാപത്തിൽ നമ്മൾ മരിച്ചുവോ? പാപസംബന്ധമായി നമ്മൾ മരിച്ചുവോ? യേശു ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയാണോ നാം? 2 കൊരിന്ത്യർ 5:17. ഒരു ക്രിസ്തുവിലായാൽ അവർ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും. ഈ സകലതും എന്നുള്ളത് ചകലതും ആക്കരുതേ, ദൈവത്തെ ഓർത്ത്. സകലതും പുതുതായി മാറി. സകലതും പുതുതായി മാറി എന്ന് പറഞ്ഞാൽ എന്താ? അവൻ്റെ സംസാര ഭാഷ മാറി, അവൻ്റെ വേഷവിധാനങ്ങൾ മാറി, അവൻ്റെ അണിഞ്ഞൊരുങ്ങൾ മാറി, അവൻ്റെ ആകെ മണ്ണായിട്ടൊരു അടിമുടി ഒരു വ്യത്യാസം. സ്തോത്രം. ഈയിടയ്ക്ക് എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, സജീവരിസ് പാസ്റ്റർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേര്. ബാംഗ്ലൂർ കർത്താവിൻ്റെ വനം ശക്തിയോടെ സൂക്ഷിക്കുന്ന വികാസന യൂട്യൂബിലൊക്കെ മെസ്സേജ് വിട്ടു. അദ്ദേഹം ഒരു പാസ്റ്ററെ ഒരു സംഭവം നടന്നു. എന്തോ ഒരു അടക്കിന് ഞാൻ ചെന്നു. അടക്കിന് ഞാൻ ഒരു സഹോദരൻ മരിച്ചുപോയി. എന്തോ ഒരു അസുഖം വന്ന് മരിച്ചതാ. അടക്ക് ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിയുടെ ഫോണ് തൊട്ടടുത്തെടുത്ത് വെച്ചിരുന്നു. ആ ഫോണിൽ കൂടി നല്ല നമ്പർ 1 സിനിമാ ഗാനം കേൾക്കുക, നമ്പർ 1 സിനിമാ പാട്ട് കയറി വരിക. അപ്പോൾ ഈ പാസ്റ്റർ വിളിച്ചു, എടാ ഇവൻ ചത്തവനല്ലേ? ആത്മീയമായവൻ ചത്തില്ലയോ? അല്ലാതെ അവൻ ആക്ഷരികമായി ചത്തിരിക്കുക അവസ്ഥയിലാണോ? ഈ ശുശ്രൂഷ ചെയ്യുന്നത് എനിക്ക് വിനയായിട്ട് മാറുമോ? കാരണം വിശുദ്ധന്മാരുടെ ഹൃദയത്തിൽ വേദനയുണ്ട്. പാപം ചെയ്യാതെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി, പാപത്തിൽ മരിക്കാതെ, പാപ സ്വഭാവം മരിക്കാതെ, പാപവസ്തുക്കൾക്ക് വ്യത്യാസം വരുത്താതെ വെറുതെ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി, സ്തോത്രം, ഉണങ്ങിയ പാപിയെ
പറയാ നനഞ്ഞ പാപിയാക്കി തീർക്കുന്ന ഒരു പ്രവണത നമ്മുടെ ക്രൈസ്തവ കോളത്തിൽ കിടക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, പൗലോസിന്റെ ടീച്ചിങ്, പാപസംബന്ധമായി നമ്മൾ മരിച്ചു. എങ്ങനെ? സ്നാനത്തിലൂടെ. എങ്ങനെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഒരു പുതിയ സൃഷ്ടി. അതാണ് പൗലോസ് പറയുന്നത്. സ്നാനത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. വായിക്കച്ചേ അതിന്റെ കണ്ടിന്യൂഷനായിട്ട്. നിർത്തി. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അടുത്ത വാക്യം. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും മരണത്തിൽ പങ്കാളികളാകുവാൻ. അപ്പൊ സ്നാനത്തിലൂടെ എന്ത് സംഭവിച്ചു? പങ്കാളികളായി. എന്ത് പങ്കാളിത്തം? മരണത്തിന്റെ പങ്കാളിത്തം. മരണത്തിന്റെ പങ്കാളിത്തം. ഈ സ്നാനത്തെ കുറിച്ച് വളരെ ഗഹനമായ വചനം പഠിപ്പിക്കുന്നത് ആരും പഠിപ്പിക്കാതെ കൊണ്ടുപോയി മുക്കുക ചെയ്ത്. സ്നാനം എന്താണെന്ന് പോലും അറിയാതെ സ്നാനപ്പെടുന്നവരുണ്ട്. കുറഞ്ഞ പക്ഷം എന്താണ് സ്നാനം? സഹോദര, ഇന്ന് വരെയും ലോകപ്രകാരം ജീവിച്ചു, പാപം ചെയ്ത് ജീവിച്ചു. ഇന്ന് ഈ ജലത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നീ സ്നാനപ്പെടുമ്പോൾ നിന്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുകയാണ്. നിന്റെ പഴയ മനുഷ്യൻ മരിക്കുകയാണ്. നിന്റെ പഴയ മനുഷ്യൻ അടക്കപ്പെടുകയാണ്. ക്രിസ്തുവിൽ നീ ഒരു പുതിയ മനുഷ്യനായി തീരുകയാണെന്നുള്ള ദൈവവചനത്തിന്റെ പഠനം പോലും കിട്ടാതെ സ്നാനപ്പെടുന്നവരുണ്ട്. അതുകൊണ്ടാണ് അവർ പാപം ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ആരും കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. അപ്പൊ അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കണം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണ്. അപ്പൊ ദൈവശക്തി അടങ്ങിയ വചനം, ആ സ്നാനത്തെക്കുറിച്ചുള്ളത് അവനെ ബോധവൽക്കരിച്ച്, സ്വത്രം, അവനെ അതിൽ പാപബോധം ഉളവാക്കി. ഈ സ്നാനം എന്നുള്ളത് നിസ്സാര കാര്യമല്ല. ഇന്നലെ വരെ നീ മദ്യപിച്ചു, ഇന്നലെ വരെ നീ പാപം ചെയ്തു, ഇന്നലെ വരെ നീ അരുതാത്ത വഴികളിലൂടെ നടന്നു. ഈ പിതാവിന്റെ പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനത്തിലൂടെ നീ ഒരു പുതിയ സൃഷ്ടിയായി തീരുകയാണ്. നീ പഴയതിലേക്ക് പോകരുതെന്ന് അവനെ ദൈവാത്മാവിൽ പ്രബോധിപ്പിച്ച് അവന്റെ തലയിൽ കൈവച്ച് അവനെ സ്നാനപ്പെടുത്തി ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് അവനെ നടത്താത്തിടത്തോളം കാലം അവൻ പാപം ചെയ്താൽ അവൻ നശിച്ചു. പാപത്തിന്റെ ശമ്പളം. ഞാനിവിടെ ഇരുന്നപ്പോൾ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ. ഇസ്രായേൽ ജനത്തെ നടത്താൻ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു 40-40-40 3 40 അല്ലേ? ആദ്യത്തെ 40 കൊട്ടാരത്തിൽ, രണ്ടാമത്തെ 40 ആടുകളുടെ കൂടെ, മൂന്നാമത്തെ 40 മനുഷ്യനായ ആടുകളുടെ കൂടെ. ശരിയല്ലേ? ശരിയാണല്ലോ. സംഭവമൊക്കെ നടത്തി. ദൈവം യോശയെ കുറിച്ച് പറയാം, മോശയെ പുറപ്പെടുവാനുണ്ടായിട്ടില്ല, മോശനെ മരിച്ചപ്പോൾ മോശനെ കണ്ടു ഭംഗിയില്ല, എന്തൊക്കെയാ കാണുന്ന എല്ലാം ഒക്കെ പറഞ്ഞു. അവസാനം ആവർത്തന പുസ്തകം 3-ാം അധ്യായം എല്ലാവർക്കും എടുക്കാം. സ്തോത്രം, സ്തോത്രം. ഈ പാപത്തോടുള്ള ദൈവത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മനസ്സിലാക്കി പോകുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവും. ആവർത്തന പുസ്തകം 3-ാം അധ്യായം എല്ലാവരും എടുത്തിട്ട്, സ്തോത്രം, അതിൻ്റെ ഞാൻ പറയാം, വാക്യം പറയാം. 25 മുതലുള്ള വാക്യങ്ങൾ ദയവായിട്ട് ദൈവമക്കൾ വായിക്കണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ കടന്നു ചെന്ന് യോർദാനക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലബനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ. ഇപ്പൊ യുദ്ധം കൊണ്ട് പൊമ്പിരി കൊണ്ടിരിക്കുന്ന ലബനോൻ ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചു. സത്യത്തിൽ മോശ ഒരു നിരപരാധിയാണ്. ഈ അനുസരണം കെട്ട ജനനിമിത്തം മോശ പാപത്തിലേക്ക് എടുത്തു ചാടിയത്, ദൈവകൽപ്പന ലംഘിക്കാനിടയായത്. അതവിടെ പറയുന്നത് നിങ്ങൾ നിമിത്തം. എല്ലാവർക്കും തോന്നുന്നുണ്ട്, പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കും എല്ലാം തോന്നുന്നുണ്ട്. അനുസരണം കെട്ട വിശ്വാസികളെ പ്രബോധിപ്പിച്ച് ദൈവവചനത്തിലൂടെ നടത്തിയില്ലെങ്കിൽ പാസ്റ്റർമാർക്ക് ശിക്ഷയുണ്ട്. വിശ്വാസികൾ അതനുസരിച്ച് നടത്തിയില്ലെങ്കിൽ ചിലപ്പം ശുശ്രൂഷകന്മാർക്ക് അടി കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വെട്ടും. ഈ വചനമെന്ന വാളെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വെട്ടുമ്പോൾ തന്നെ ഇരുവായ്ത്തിലുള്ള വാളെന്ന് നമ്മൾ പറയും, തിരിച്ചും വിട്ട് കിട്ടും. അനേകര് വെട്ടുകിട്ടി നശിച്ചു പോയിട്ടുണ്ട്. ഞാൻ ഭയത്തോടെയാണ് ദൈവസന്നിധി നിൽക്കുന്നത്. ഈ ദൈവവചനത്തിന്റെ മുമ്പിൽ ഞാൻ ഭയത്തോടെ വിറയലോടെയാണ് ഞാൻ നിൽക്കുന്നത്. സ്തോത്രം. നമ്മൾ വായിച്ചു കേട്ടല്ലോ മത്തായിയുടെ സുവിശേഷത്തിൽ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കിട്ടി എന്നുള്ളതിൽ സന്തോഷിക്കാനില്ല. അത് തുറന്ന് ദൈവരാജ്യത്തിലേക്ക് ജനത്തെ കയറ്റുന്ന മനോഹരമായ അനുഭവമുണ്ട്. പക്ഷേ നമ്മുടെ നാവുകൾ സാത്താൻ്റെ നാവുകളായി തീരരുത്. നമ്മുടെ പ്രവൃത്തികൾ സാത്താൻ്റെ പ്രവൃത്തികളായി തീരരുത്. നമ്മുടെ കുടുംബ അന്തരീക്ഷങ്ങളിൽ സാത്താൻ കയറി മേയാൻ നമ്മൾ അവസരം കൊടുക്കരുത്.
പ്രാർത്ഥനയിൽ പോരാടാൻ ദൈവമക്കളാൽ ദൈവത്തിൽ ജാഗരൂകരായിരിക്കുക. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി നീങ്ങിപ്പോകുകയില്ലെന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഇവിടെ പാസ്റ്റർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, മൂന്ന് ഉപവാസം. അതുകൊണ്ട് ഞാനും പറയും, ഇവിടെ ഉപവാസമൊന്നുമില്ല. ഇവിടെ നമ്പറും കോഴിയിറച്ചിയും കൂടി ചാപ്പാടിച്ചുകൊണ്ടിരിക്കുക. ഒരു ഉപവാസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തെറ്റായി പോകത്തില്ല. പക്ഷേ ദൈവത്തിൽ നമ്മൾ പറയുന്നത് ഇതൊക്കെ 3 ദിവസത്തെ ഉപവാസം പ്രാർത്ഥന. എന്ത് ഉപവാസം? ആരും ഉപവസിച്ചു കൂടെ? ആരെങ്കിലും ഉപവസിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമ ചോദിക്കുക കേട്ടോ. ഞാൻ ഉപവസിച്ചിട്ടില്ല എന്തായാലും. ഇന്നും കൂടി ചോദിച്ചു, ഇന്ന് കോഴി, ഇന്നലെ കോഴിയായിരുന്നു, ഇന്ന് എന്താ വേണ്ടതെന്ന് പുള്ളിയോട് ചോദിക്കാം. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സ്തോത്രം. ഇങ്ങനെ കണക്കൊന്നുമില്ല. എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തീറ്റയും കൂടിയും ഇതൊന്നുമല്ല ദൈവത്തിന് വിഷയം. പ്രമാണം അനുസരിച്ച് ജീവിക്കുക, ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിൽക്കുക. മോശയെ പോലൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ലെന്ന് വചനം പറയുന്ന മോശയോട് നമ്മൾ വായിച്ച് തീർത്തില്ലല്ലോ. ഒന്ന് വായിച്ചേ, കംപ്ലീറ്റ് ഒന്ന് വായിച്ചേ. എന്റെ അപേക്ഷ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരിക്കുന്നു. എന്റെ അപേക്ഷ കേട്ടതുമില്ല. യഹോവ എന്നോട് മതി, ഈ കാര്യത്തെ കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. ഒന്ന് ചോദിച്ചു. ഞാനും അച്ഛനോട് സംസാരിക്കുന്നു. പക്ഷേ നിർത്ത്, നീ എന്നോട് സംസാരിക്കുക. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താ? ഞങ്ങൾ തമ്മിൽ എന്ത് ചെയ്തു? ഇടഞ്ഞു. ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? ഞാൻ പ്രാർത്ഥിച്ച് വന്നിരിക്കുക. ഞാൻ പ്രത്യേകിച്ച് വചനങ്ങളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഇവിടെ വന്നിരുന്നപ്പോൾ റോമാലേഖനം 6-ാം അധ്യായം പറയണം. അത് കഴിഞ്ഞിട്ട് ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ ഉൽപ്പത്തി മുതൽ എല്ലാം കയറി ഇറങ്ങി എനിക്കും നിങ്ങൾക്കും നല്ലൊരു ദൂത് കർത്താവ് തന്ന് സന്തോഷത്തോടെ പോകണം. സന്തോഷത്തോടെ എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹിയുള്ള സന്തോഷം കേട്ടോ, അല്ല വേറെ സന്തോഷമൊന്നും നമുക്കില്ല. കരഞ്ഞു കൂകി മാനസാന്തരപ്പെടുമ്പോൾ ഒരു സന്തോഷം കിട്ടും. അങ്ങനെ പോകണമെന്നാണ് എൻ്റെ ഉദ്ദേശം. മോശയോട് ദൈവം പറയുന്നു, ഡോണ്ട് ടോക്ക് മോർ, അധികം സംസാരിക്കേണ്ടത്. എന്താ കാര്യം? ദൈവത്തിന് അനിഷ്ടമായത് മോശ ചെയ്തു. ഞാനിങ്ങനെ ചിന്തിക്കുക, എൻ്റെ ദൈവമേ, ആ രാജകൊട്ടാരം ഒന്ന് എബ്രായ ലേഖനത്തിൽ ആ പൗലോസ് പറയുന്നത് യേശുക്രിസ്തു നിമിത്തം ഫറവോൻ്റെ കൊട്ടാരത്തിലുള്ള ചപ്പന്നും ചവറന്നും ഒക്കെ വലിച്ചെറിഞ്ഞിട്ടല്ലേ ഇറങ്ങി തിരിച്ച ആ മനുഷ്യൻ അവസാനം 40 വർഷം കിടന്ന് കഷ്ടപ്പെട്ട്, അവസാനം 40 വർഷം ഇസ്രായേൽ ജനത്തെ നടത്താൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട് വ്യഥയനുഭവിച്ച്, ഞാൻ സ്തോത്രം, ഈ ജനത്തോടുള്ള മോശയുടെ ഇടപാടുകളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ കൊണ്ടുവരിക. അവസാനം ദൈവം അവനോട് പറയാ, നീ എന്നോട് സംസാരിക്കണ്ട. അടുത്തെന്താ വായിച്ചേ? ഇസ്രായേലിന്റെ മുകളിൽ കയറി തലപൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കിക്കൊള്ളുക. കൊടുമുടിയുടെ മുകളിൽ കയറി 4 ഭാഗവും നോക്കിക്കാണുക. ഒരു ഭാഗ്യം കിട്ടി. അതാണ് കനാനെന്നൊന്ന് കാണാനിടയായി, പോകാൻ പറ്റിയില്ല. എന്താ കാര്യം? പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങൾ പോലും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ ദൈവം ചിലപ്പോൾ തടകൾ ഇടുമെന്ന് നമ്മൾ മനസ്സിൽ മറന്നുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ആത്മീയ കോളത്തിൽ ഞാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഹൃദയം പൊട്ടിപ്പോകുന്ന വേദനകളുണ്ട്. ഞാനും ഒരു നല്ല ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കർത്താവിനോട് പറഞ്ഞു, വേല ചെയ്യാനായിട്ട് അറിയിക്കണം. ഞാൻ പറഞ്ഞു, എന്നാ വേല ചെയ്യാനാ? വേല എന്ന് ചൊല്ലി 4 പാടും തുറന്നുള്ള ജാലസുവിശേഷകരെ കൊണ്ടുവാ പാവികളെ കൊണ്ടുവാ. മഹാകവി സൈമൺ സാർ എഴുതിയ പാട്ടിൻ്റെ ഒരു അംശമാണ്. വേല എന്ന് ചൊല്ലി 4 നാടും തുറന്നുള്ള ജാലസുവിശേഷകരെ. നമ്മൾ വേല ദൈവവചന വസ്തുപ്രകാരം ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ, കർത്താവിൻ്റെ ദാസന്മാർ ചെയ്യുന്നില്ലെങ്കിൽ കണക്ക് ദൈവത്തിൽ കൊടുക്കേണ്ടി വരും. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് മോശയ്ക്ക് കനാൻ മാത്രം കാണാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. മോശ ഏലിയാവും മഹോദരകാലത്ത് ഇസ്രായേൽ ജനത്തോട് പ്രസംഗിക്കാൻ ദൈവം അവരെ കൂട്ടിവരുത്തുന്നുണ്ട്. നമ്മളങ്ങനെയല്ല. നമുക്ക് നഷ്ടമാകുന്നത് ആത്മീയ കനാനാകുന്ന സ്വർഗമാണെന്ന് ഒരു പുതിയ നിയമ വിശ്വാസിയുടെ ഉള്ളത്തിൽ ഈ ചിന്ത അവനെ ഭരിച്ചാൽ നന്ന്. ഈ ജോലശാനോട് വിളിച്ച് ആദ്യം പുതിയ നിയമമുള്ള പുതിയ പ്രസംഗിക്കാൻ ഞാൻ വിളിച്ചിരിക്കുക, എന്നെ പുതിയ നിയമം പ്രസംഗിക്കാൻ വിളിച്ചിരിക്കുകയെന്ന്. ഇവിടെ അച്ചായൻ ഒരു പഴയ നിയമത്തിൽ ദൂത് പറഞ്ഞു, മനോഹരമായൊരു ദൂത. ദേശം പറ ഗർഭനാശം അല്ലേ, അതിനെന്തോ ചെയ്യണം? തളിക കൊണ്ടുവന്ന് ഉപ്പിടാൻ പറഞ്ഞു. യേശു ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. നമ്മളിപ്പോൾ തളികയും വരെ കൊണ്ടുവരണ്ട, ഉപ്പും പോലും നോക്കി നടക്കണ്ട, നമ്മൾ ഉപ്പ് പോലെ അങ്ങോട്ട് രുചിച്ചാൽ മതി അല്ലേ? ശരിയല്ലേ? ദൂത ശരിയല്ലേ? കറക്റ്റ് ദൂതല്ലേ? നമ്മൾ ഉപ്പ് പോലെ അങ്ങോട്ട് രുചിച്ചാൽ മതി. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ദൈവ കൃപയുടെ ഉപ്പ്, കർത്താവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പകർത്തി മറ്റുള്ള മുമ്പിൽ ജീവിക്കുമ്പോൾ ഇവനിൽ ഇച്ചിരി രുചിയുണ്ട്, ഇവനിൽ ഇച്ചിരി ഉപ്പുണ്ട്, ഇവനിൽ വെളിച്ചമുണ്ടെന്ന് ലോകം പറയും.
ദേശത്തെ പിടിച്ചടക്കാൻ നടക്കുക നമ്മൾ കാഞ്ഞിരം പോലെ കച്ചമുണ്ട്. ഹല്ലേലൂയ. ദൈവനാമത്തിൽ ക്ഷമിച്ചു കൊള്ളണേ എന്നോടെ. ഹല്ലേലൂയ. ഞാൻ അറിയാം എൻ്റെ സ്വഭാവമൊക്കെ. വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളെല്ലാവരും കൂടി എന്നെ ക്രൂശിക്കാലും കുഴപ്പമില്ല. അടൂരിന്നൊരു സഹോദരൻ വിളിച്ചു പറഞ്ഞു, ചെറുതോണിന്നൊരു സഹോദരൻ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററിൻ്റെ മിക്കവരും എല്ലാവരും കൂടി പെന്തക്കോസ്തുകാരനെ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞു. അതിന് നോക്കിയിരിക്കാമെന്ന് പറഞ്ഞു. കാരണം കാര്യം പറയാതിരിക്കാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഉപ്പ് പോലെ രുചിക്കണം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഒരു വീട്ടിൽ ഉപ്പാവണമെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഈ കഴിച്ചു കിടക്കുന്ന ഭൂമിയിൽ കർത്താവേ സ്വോത്രം, എൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ രുചിക്കുന്ന ഉപ്പുകളാണ്. ഓരോ കുടുംബങ്ങളും കിടക്കുന്ന അവസ്ഥ നിങ്ങൾക്കറിയാമോ? വിശ്വാസികളാണെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് ജീവിതത്തിൽ കയ്പിൻ്റെ അനുഭവങ്ങൾ പേര് നടക്കുന്ന കോടാനുകോടി ദൈവമക്കളെന്ന് പറയുന്ന വിശ്വാസികൾ ഈ ഭൂമിയിൽ കിടപ്പുണ്ട്. അവർ കയ്പ് കൊണ്ട് അവർ നശിച്ചു കൊണ്ടിരിക്കുക. അവർക്കൊരു രുചിയില്ല, ആത്മീയമായ യാതൊരു ഗുണങ്ങളുമില്ല. എന്താ കാര്യം? ദൈവകൃപയുടെ വ്യാപാരം നഷ്ടപ്പെടുത്തി വചനമനുസരിച്ച് ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് കർത്താവിൽ നിന്നുള്ള സ്വർഗീയമായ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിച്ച് ആത്മീയമായി രുചിക്കുവാൻ, ആത്മീയ പ്രകാശം പരത്തുവാൻ അവർക്ക് കഴിയാത്തത് കൊണ്ട് അവർ സ്വത്രം നഷ്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുക. കാഞ്ഞിരം പോലെ കഴിച്ചു കിടക്കുക. നമ്മുടെ തളിക കൊണ്ടുവരാവുന്ന പഴയ നിയമത്തിലെ നിഴലും പൊരുളും നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ പഴയ നിയമത്തിൽ പറയുന്ന ആ ഉപ്പ് നമ്മൾ രുചിപ്പിക്കുന്ന ക്രിസ്ത്യ ജീവിതം നയിക്കുന്ന ഒരു ദൈവവചനയാണ് കാണിക്കുന്നത്. നമ്മുടെ അവസ്ഥ എങ്ങനെ കിടക്കുന്നു? നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പ്രസംഗം, നമ്മുടെ ജീവിതം, നമ്മുടെ അയൽവക്കാർ നമ്മളെക്കുറിച്ച് പറയുന്നത്, നമ്മുടെ വിശ്വാസികൾ നമ്മളെക്കുറിച്ച് പറയുന്നത് എങ്ങനെയിരിക്കുന്നു? ആ സഹോദരൻ ഒന്ന് വാ തുറന്നാൽ എന്ത് മനോഹരമാണെന്ന് പറയാൻ കഴിയുമോ നമ്മളെക്കുറിച്ച്? അത് ലാവണ്യ വാക്കുകൾ, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകൾ തുറന്നു വയ്ക്കുന്ന ഒരു ദൈവവൃത്തിയാണെന്ന് നമ്മളെക്കുറിച്ച് പറയാൻ പറ്റുമോ? എന്നെക്കുറിച്ച് പറയാൻ പറ്റുമോ? നമ്മൾ നെഞ്ചത്തെ ചോദിക്കും, എന്നെക്കുറിച്ച് പറയാൻ പറ്റുമോ? കർത്താവേ, ഈ പ്രാർത്ഥന അങ്ങനെ ദൈവത്തെക്കുറിച്ച് പറയുന്ന അവസ്ഥയിലേക്ക് മാറ്റുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവസ്ഥലിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവ മക്കളെ. ഹല്ലേലൂയ. ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരുന്നു. സ്തോത്രം, സ്തോത്രം. അപ്പം മോശയുടെ ഇടപാട് എന്ത് ചെയ്തു? അവിടെ വെച്ച് നിർത്തി. എന്താ കാര്യം? വ്യവസ്ഥ തെറ്റിച്ചു. ഇനി നാഥാം പ്രവാചകൻ ദാവീദിൻ്റെ വീട്ടിൽ ചെന്നു. ദാവീദിൻ്റെ വീട്ടിൽ എന്ന് പറയാൻ രാജസിംഹാസനത്തിൽ ഇരിക്കുമ്പോഴാണ് ചെല്ലുന്നത്. ദൂത് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നാഥാൻ പ്രവാചകന്റെ ദൈവശബ്ദത്തിന് മുൻപിൽ പാപം ചെയ്ത ദാവീദ് അവിടെ വീണ് കിടന്ന് കരഞ്ഞു. ശുദ്ധീകരണം പ്രാപിച്ചു, ദൈവത്തോട് ഉടമ്പടി ചെയ്തു. അവൻ്റെ മകൻ നേരെ ഓപ്പോസിറ്റായി നിന്ന് വിശുദ്ധന്മാരുടെ പട്ടിക എബ്രായ ലേഖനത്തിൽ എഴുതി വരുമ്പോൾ അതിനിടം കിട്ടാതെ വണ്ണം തള്ളപ്പെട്ടു പോയപ്പോൾ മാനസാന്തരപ്പെട്ട് അനുതപിച്ച ദാവീദിൻ്റെ സിംഹാസനത്തിൽ യേശു ക്രിസ്തു ഇരിക്കുവാൻ വേണ്ടി വരുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സ്വത്രം ബലഹീനമായ അനുഭവങ്ങൾ, നാം എടുത്ത തീരുമാനങ്ങൾ, നമ്മുടെ അവസ്ഥകൾക്കൊക്കെ സ്വത്രം ദൈവകൽപ്പന ലംഘനമായി തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുന്നു, ദൈവസനിൽ വീണ് കിടക്ക്, ദൈവസനിൽ വീണ് കിടക്ക്. കുറ്റങ്ങൾ സമ്മതിക്ക്, പരാജയങ്ങൾ സമ്മതിക്ക്, ദാവീദിനെ പോലെ കരഞ്ഞ് നിലവിളിക്ക്. ദാവീദ് ചെയ്ത പോലെ അതാണെന്ന് ഞാൻ പറയത്തില്ല. തെറ്റുകളെല്ലാം ദൈവത്തിന് മുമ്പ് തെറ്റ് തന്നെയാ. സ്തോത്രം. മരണത്തിലുള്ള പാപമുണ്ട്, മരണത്തിനല്ലാത്ത പാപമുണ്ട്. നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മളെ ശുദ്ധീകരിപ്പാൻ ദൈവത്തിന് സാധ്യതയുണ്ട്, കഴിയും. അത് നമ്മൾ ഏറ്റുപറയണം. എനിക്ക് നിങ്ങൾക്കും എനിക്ക് വരുന്ന പരാജയം അതാ. എൻ്റെ തെറ്റുകളെ കാണാൻ എനിക്ക് കഴിയാതെ പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ മുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. കണ്ണുനീര് കൊണ്ട് എൻ്റെ മുഖം കഴുകിയിട്ട് ഞാൻ പറഞ്ഞു, എന്നിൽ കുറവുകളുണ്ട് കർത്താവേ, എന്നിൽ ബലഹീനതകളുണ്ട് കർത്താവേ, എന്നിൽ പരാജയങ്ങളുണ്ട് കർത്താവേ, എന്നോട് പൊറുക്കണമേ കർത്താവേ. ഒരു ശുശ്രൂഷകനായിരിക്കുമ്പോൾ തന്നെ ദൈവഹിതമല്ലാത്ത വാക്കുകളോ പ്രവൃത്തികളോ സംസാരങ്ങളോ എന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ട്. ഇന്ന് ഒരു കാലം എന്നോട് കരുണ കാണിക്കണമെന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ചിട്ടാണ് ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ഇറങ്ങി വരുന്നത്. നമ്മുടെ തെറ്റുകളെ മൂടി വെച്ചാൽ ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കണം ദൈവമക്കളെ. ഉപേക്ഷിക്കുമ്പോൾ ദൈവത്തിന്റെ കരുണ ലഭിക്കും ദൈവമക്കളെ. ദൈവത്തിന്റെ കരുണ ധാരാളമായിട്ട് ദൈവം നമുക്ക് തരുന്നുണ്ട്. ഈ റോമാലേഖനത്തിന്റെ പഠനം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനാണ് അപ്പോസ്തലൻ നമ്മളെ ഉപദേശിക്കുന്നത്. ഞാൻ ഇനി വരുന്നു. സ്തോത്രം. അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരാം. അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം വായിച്ചാട്ടെ. എല്ലാവരും അവർ മരണത്തിൽ പങ്കാളികളാവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അടുത്ത് അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന ജ്ഞാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പോ
മരണവും കഴിഞ്ഞു, കുഴിച്ചിടലും കഴിഞ്ഞു. ഏതിലൂടി? സ്നാനത്തിലൂടെ, ആത്മീയമായി. അടുത്ത ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചതുപോലെ നാമും ജീവന്റെ മുൻകത്തിൽ നടക്കണമെന്ന് തന്നെ. അടുത്ത അവന്റെ മരണത്തിന് സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന് സാദൃശ്യത്തോട് ഏകീഭവിക്കും. 9-ാം വാക്യം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്, നമ്മളോട് ബാധിക്കുന്ന വിഷയമല്ലത്. അടുത്ത അവൻ മരിച്ചത് പാപസംബന്ധമായി, അതും കർത്താവിനെ കുറിച്ച് പറയുന്നു. ഇത് ആ പരിജ്ഞാനത്തോടെ അതെടുത്ത് നമ്മൾ മനസ്സിലാക്കി പഠിച്ചെടുത്തോണം. അടുത്ത 11-ാം വാക്യം, ഔവണ്ണം നിങ്ങളും യേശുക്രിസ്തുവിന്റെ മരണവും ഉയർപ്പിനെ കുറിച്ച് പൗലോസ് പഠിപ്പിച്ചിട്ട് റോമാ സഭയോട് പറയാണ്, ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും എണ്ണുന്നുണ്ടോ? വിശ്വാസികൾ എണ്ണുന്നുണ്ടോ? ദൈവമക്കൾ എണ്ണുന്നുണ്ടോ? എന്താ എണ്ണേണ്ടത്? ഞാൻ പാപസംബന്ധമായി മരിച്ചവനാണ്, ഞാൻ ക്രിസ്തുവേശുവിൽ ജീവിക്കുന്നവനാണെന്ന് എണ്ണുന്നുണ്ടോ? ഓരോ ദിവസം പാസേ ഒന്ന് എണ്ണി, ആ സ്നാനപ്പെട്ട സമയത്ത് എണ്ണി. അത് കഴിഞ്ഞപ്പോഴോ അത് തീർന്നതോടുകൂടി അവൻ്റെ പരാജയം ഇവിടെയാണ് സംഭവിച്ചത്. അതവരുടെ വചനം നമ്മൾ കറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക ഇന്ന് വൽക്കാലം. ഇവിടെ വന്നിരിക്കുന്നത് വരെയും ഈ റോമാലേഖനം മാറുന്നുള്ളൊരു ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് വന്നില്ല. എല്ലാവരും പാട്ടുപാടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വിഷയം റോമർ 6 അതാ അല്ല, അങ്ങനെ ഒരു ഹൃദയത്തിൽ ചിന്ത വരുമ്പോൾ എൻ്റെ അർത്ഥം എന്താ? റോമാലേഖനം ആരാ അടുത്ത് പ്രസംഗിക്കാൻ? ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും. സ്നാനത്തിലൂടെ നടന്നിരിക്കുന്ന മഹനീയമായ സത്യം നമ്മുടെ പഴയ മനുഷ്യനെ ക്രൂശിക്കുകയും പഴയ മനുഷ്യനെ കൊല്ലുകയും പഴയ മനുഷ്യനെ അടക്കപ്പെടുകയും, സ്വത്രം അവൻ ചത്തതും അവനെ ഇത് പലരും കുഴിച്ചിട്ടിട്ടില്ല. അതായത് ഈ ഡെഡ് ബോഡി കൊണ്ടാണ് നടക്കുന്നത്. ഡെഡ് ബോഡി കൊണ്ട് നടക്കുന്നോണ്ടാണ് നാറ്റം സംഭവിക്കുന്നത്. ഇവിടെ മരിച്ചവർ വെച്ചോണ്ടിരുന്ന വെച്ചാൽ നാറത്തില്ലേ. പണ്ടൊരു പാസ്റ്ററുടെ പാസ്റ്റർ മരിച്ചുപോയി. അപ്പോൾ അമ്മാമ്മയും കുഞ്ഞുങ്ങളും പറഞ്ഞു അടക്കാൻ പറ്റില്ല. എന്താ കാര്യം? പാസ്റ്റർ അടക്കാൻ പറ്റും. അപ്പം മറ്റു കൂടെ വന്ന പാസ്റ്റർമാരും മറ്റവരെല്ലൊക്കെ പറഞ്ഞു അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അത് അടക്കിയില്ലെങ്കിൽ സംഭവം അവർ ഈ ചീഞ്ഞാറുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ മോർച്ചറി വെക്കാനുള്ള അവസരങ്ങളും ഒന്നുമില്ല, സാമ്പത്തികമൊന്നുമില്ല. ഒരു അടക്കാൻ പറ്റും, പപ്പയെ തൊടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് മക്കൾ ഇതേപോലെ 2 കുഞ്ഞുങ്ങൾ. സ്വോത്രം. അവസാനം പാസ്റ്റർ പറഞ്ഞേ ഒരു കാര്യം ചെയ്യും, കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ, ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആരണ്ടും പറഞ്ഞേ ചീഞ്ഞ് നാറി ഇവിടെ പരിസരവാസികൾ എല്ലാം കൂടി കംപ്ലയിൻറ്റ് ചെയ്താൽ അമ്മയും മക്കളെ എല്ലാം കൂടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. സ്വോത്രം. അതുകൊണ്ട് മര്യാദ കൊണ്ട് അടക്കാൻ പറ. അത് അവർക്ക് ബോധ്യമായി. ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ചീഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തില്ലെങ്കിൽ കന്നാലി ചെയ്യുന്നതിനേക്കാളും വലിയ ദുർഗന്ധമായിരിക്കുമെന്ന സ്വോത്രം ഡോക്ടർമാർ പറയുന്നത്, വൈദ്യശാസ്ത്രം പറയുന്നത്. ഒരു പശു ചത്താൽ, ഒരു പൂച്ച ചത്താൽ സഹിക്കാം. മനുഷ്യൻ്റെ ദുർഗന്ധം അത്രയ്ക്ക് വലുതാണ്. അതാണ് 4 പാടും നിന്നറിയല്ലോ ഇങ്ങനെ പ്രയടിച്ചു 4 വശത്തും അടിക്കാൻ നിന്ന്. 4 വശത്തും അടിച്ച് എന്തൊക്കെ ചീഞ്ഞ് വന്ന ആറ്റം വന്നാലും. ഇപ്പം പിന്നെ ഈ മൊബൈൽ മോർച്ചറികളുകൊണ്ട് ഇരുമ്പിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് കണ്ണാടിൻ്റെ മുകളിൽ നോക്കിയാൽ നമ്മളെല്ലാം കിടന്ന കരയും ബഹളമൊക്കെ വയ്ക്കുന്നത്. അത് വലിയ കുഴപ്പമില്ല. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. നാം പാപസംബന്ധമായി മരിച്ചവരാണെന്നും പിന്നെ അടുത്ത് ഹല്ലേലൂയ ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരാണെന്നും നിങ്ങളെ തന്നെ എണ്ണണം. എന്തുകൊണ്ടാണ് പെന്തക്കോസ്ത് സമൂഹം ഇന്ന് ലോകത്തിൻ്റെ മുൻപിൽ ചീഞ്ഞു നാറുന്നത്? അവർക്ക് ഉപ്പ് പോലെ രുചിക്കാൻ കഴിയുന്നില്ല, വെളിച്ചം പോലെ പ്രകാശിക്കാൻ കഴിയുന്നില്ല. ക്രിസ്തു അവരിൽ പ്രകാശിക്കട്ടെന്നല്ലേ വചനം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. കർത്താവിൻ്റെ വെളിച്ചം അവരിലില്ല, കർത്താവിൻ്റെ രുചി അവരിലില്ല, കർത്താവിൻ്റെ സ്വഭാവം അവരിലില്ല, കർത്താവിൻ്റെ യാതൊരു ഗുണഗണങ്ങളുമില്ല. അപ്പൊ തന്നെ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ഉണ്ട്. കർത്താവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വലിയ സമൂഹത്തെയാണ് സ്വർഗത്തിലെ ദൈവം കാണുന്നത്. എന്നോട് ആരാട്ടെ ചോദിച്ചു ഒരു സഹോദരൻ, കർത്താവ് സഭയുടെ ഉള്ളിലുണ്ടോ എന്ന് ചോദിച്ചു. അവർ കർത്താവ് വെളിയിലാണ്. ആര് പറഞ്ഞത്? അത് വായിച്ചു. ഒത്തിരി ഗുണങ്ങളുണ്ട് അച്ഛനെ കൊണ്ട്. പടപടയെന്നെടുത്ത് വായിച്ചോളൂ. ഞാൻ വാതിക്കലിന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അപ്പൊ കർത്താവ് വെളിയിൽ കിടക്കുക. ഇപ്പൊ നമ്മളിവിടെ തകർക്കുകയാണ്.
പണ്ടൊരിക്കൽ അമേരിക്കക്കാരൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അമേരിക്ക രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ആത്മാവിൽ ആരാധിക്കാൻ വലിയ തീഷ്ണതയോടുകൂടി ഇങ്ങനെ ജീവിക്കുമ്പോൾ വേറൊരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വൈറ്റ് അമേരിക്കൻസ് ആരാധിക്കുന്ന ഒരു ഹോള് കണ്ടു. അവിടെ ഒരു വൈറ്റ് വരുന്നത് എൻ്റെ വാച്ച്മാൻ അവിടെ നിൽപ്പുണ്ട്, സെക്യൂരിറ്റി നിൽപ്പുണ്ട്. അപ്പോൾ അയാൾ ചോദിച്ചു, അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു. ഐ വാണ്ട് വേർഷിപ്പ്. എവിടെ വേർഷിപ്പ്? നിനക്ക് വേർഷിപ്പൊന്നും ഇവിടെ ഇല്ല, നീ കറമ്പന പൊക്കോളാൻ പറഞ്ഞു. ഇവൻ അപ്പുറത്തോട്ട് മാറിയിരുന്ന് ഒരു കെട്ടിടം ഉണ്ടായിരുന്നു, അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കരയാനിടയായിട്ട് വരുന്നു. കരഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം ദൂതൻ്റെ വേഷത്തിൽ അവനൊരിക്കൽ പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് കഥ. എന്താ ചോദിച്ചത്? നീ എന്തിനാ കരയുന്നത്? അതെന്നെ അവരെ ആരാധിക്കാനായിട്ട് സമ്മതിച്ചില്ല. സ്തോത്രം. ആരാധിക്കാനായിട്ട് എന്നെ സമ്മതിച്ചില്ല. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് വലിയ ദുഃഖം തോന്നി, അതുകൊണ്ട് ഞാൻ കരഞ്ഞു പോവുക, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ കരയേണ്ട മകനെ എന്ന് പറഞ്ഞ് ദൈവാത്മാവനെ ആശ്വസിപ്പിച്ചു, ദൂതനവനെ ആശ്വസിപ്പിച്ചു. നിന്നെ കയറ്റിയിട്ടില്ല, അതുപോലെ എന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ടില്ല. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മൾ ദൈവവചന വ്യവസ്ഥ പ്രകാരം നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ, ദൈവപ്രമാണത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിൽക്കുമ്പോൾ ദൈവവുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. നമ്മുടെ പഴയ മനുഷ്യൻ, പഴയ അനുഭവങ്ങൾ വിട്ടുകളഞ്ഞ് പുതിയ സൃഷ്ടിയായി പുതിയ അനുഭവത്തിൽ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ, ക്രിസ്തുവിൻ്റെ മനസ്സിൽ, ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവവുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അല്ലാത്തടത്തോളം കാലം നമുക്ക് ദൈവമായിട്ട് ബന്ധമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനു പറഞ്ഞു? അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് വെറുതെ ജീവിച്ചാൽ പോരാ, ദൈവത്തിന് ജീവിക്കണം. നമ്മൾ കുറെ ജീവിച്ചിട്ട് എന്താ കാര്യം? നമ്മളിൽ ക്രിസ്തു ജീവിക്കണം. ഹല്ലേലൂയ. നമ്മളിൽ ക്രിസ്തു ജീവിക്കണം. നമ്മളങ്ങോട്ട് മാറിക്കൊടുക്കണം. കർത്താവ് ജീവിക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കണം. റോമാലേഖനം 15:18 വായിച്ചേ. നമ്മൊന്ന് വായിച്ചേ. 15:18 പടിയൊന്ന് വായിച്ചേ. റോമർ 15:18 വായിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമർ 15:18 വായിച്ചേ. സ്തോത്രം. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും, ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചത് അല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല. അപ്പൊ പൗലോസിൽ ആരാ പ്രവർത്തിച്ച? ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു, കർത്താവ് പ്രവർത്തിച്ചു. ഞാൻ മുഖാന്തരം കർത്താവ് എന്നിലൂടെ പ്രവർത്തിക്കുക. ഇപ്പൊ നമ്മൾ കർത്താവിനോട് പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. നല്ല കാര്യമാണ്, ഞാനതിനെതിര് പറയുന്നില്ല. പക്ഷെ അപ്പോസ്തലൻ പറയുന്നത് കർത്താവ് എന്നിലൂടെ പ്രവർത്തിച്ചു, മറ്റൊന്നും മിണ്ടാൻ എനിക്കൊന്നും മിണ്ടാനില്ല, മറ്റൊന്നും മിണ്ടാൻ ഞാൻ തുനിയുന്നില്ല. എനിക്ക് എന്നെ തന്നെ പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ താല്പര്യമില്ല. കർത്താവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നു, കർത്താവ് എന്നിലൂടെ ഇടപെടുന്നു, കർത്താവ് എന്നിലൂടെ സംസാരിക്കുന്നു. കർത്താവിന്റെ വചനങ്ങൾ പറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഉപയോഗിക്കുന്നു. രോഗികൾ സൗഖ്യമാകുവാൻ എൻ്റെ പ്രാർത്ഥനയിലൂടെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി എന്നിലൂടെ വെളിപ്പെടുന്നു. എനിക്ക് മറ്റൊന്നും പറയാനില്ല. ഞാനൊരു കഴുതയെ പോലെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. പൗലോസിനെ കുറിച്ച് പൗലോസ് പറയുന്നത് എന്താണെന്ന് ദൈവമക്കൾ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആരെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ആ വചനത്തിലൂടെ അതൊന്ന് ഗ്രഹിപ്പിക്കാൻ താല്പര്യപ്പെടുക. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം. അത് പറയാനായിട്ടുള്ള പ്രേരണ ഉള്ളത് കൊണ്ടാണ് ഞാൻ ദൈവത്തിൽ പറയുന്നത്. എല്ലാവർക്കും എടുക്കാം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു വരാം. 8 മുതൽ പടയെന്ന് വായിച്ചാട്ടെ. 8 മുതൽ എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ എനിക്കും അടുത്തേ ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ആമേൻ. അടുത്തേ ദൈവസഭയെ ഉപദ്രവിച്ചത് ഞാൻ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. ഈ വാക്യാംശം ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലുള്ള എനിക്ക് പ്രത്യക്ഷനായി. 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി. അവിടെ പ്രത്യക്ഷനായി, ഇവിടെ 15-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അനേകർക്ക് പ്രത്യക്ഷനായി. അവസാനം അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. അകാല പ്രജ,
KJV ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ബൈബിൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എടുത്ത് വായിച്ചാൽ അതിൽ ഈ അകാല പ്രജ എന്നുള്ളതിന് ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം, അതായത് പ്രായം തികയുന്നതിന് മുൻപ്, വയസ്സ് തികയുന്നതിന് മുൻപ്, വളർച്ച എത്തുന്നതിന് മുൻപ് പ്രസവിച്ചു പോയ ഒരു ചാപിള്ളയാണ് ഞാനെന്ന് പൗലോസ് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇന്നത്തെ പാസ്റ്റർമാരോ ഇറവറൻ്റ് പട്ടം എടുക്കുന്നവരൊക്കെ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ നല്ലത്. നമ്മളാരുമല്ല. ഞാനിവിടെ നിൽക്കുന്ന ഒരു കുഴൽ പോലെയുള്ളൂ, ഞാനിവിടെ നിൽക്കുന്ന ഒരു നാവ് പോലെയുള്ളൂ. എന്നാലൊന്നും സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തരുന്ന വചനങ്ങൾ ഞാൻ ആത്മാവിൽ പ്രസംഗിക്കുമ്പോൾ ദൈവം അതിന് കൃപ തരുന്നു എന്നല്ലാതെ മറ്റൊന്നും പറയാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ലെന്ന് ദൈവമക്കൾ മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു ഞാൻ മുഖാന്തരം പ്രവർത്തിച്ചു, ക്രിസ്തു ഞാൻ മുഖാന്തരം സംസാരിക്കുന്നു, ക്രിസ്തു ഞാൻ മുഖാന്തരം ഇടപെടുന്നു, കർത്താവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ഞാൻ അതിനായിട്ട് എന്നെ ഒരുക്കി കൊടുക്കുന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് വരുവാൻ എന്നെ സമർപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ച് കർത്താവേ നീ എന്നിലൂടെ പ്രവർത്തിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? നമുക്കൊരു പ്രവർത്തനം, നമുക്കൊരു ഒരു മീറ്റിംഗ്, നമുക്കൊരു ഇതൊക്കെ നല്ലത്, ഞാനില്ലെന്ന് ഞാൻ പറയുന്നില്ല, അത് ഞാനും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ നമ്മളാകരുത് അത് ചെയ്യേണ്ടത്. നമ്മളിലൂടെ കർത്താവിൻ്റെ കൃപയായിരിക്കണം അത് ചെയ്യേണ്ടത്. ഞാനെന്നുള്ള വിഷയം അവിടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കരുത്. നമുക്കെല്ലാവർക്കും കിറ്റ്, കുറച്ച് രാഷ്ട്രീയം കൂടി കേട്ടോട്ടെ എല്ലാവരും. നമുക്കെല്ലാം കിറ്റ് തന്ന് മയക്കി ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ഇതാ കിടക്കണതാടെ എല്ലാം കൂടി. സ്തോത്രം. ഞാനെന്നുള്ളത് ആകണം, വളയണം. നമ്മളാരും ഒന്നുമല്ല. കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല എന്നുള്ളതാണ് ആ ദൂതിൻ്റെ പുറകിൽ ഞാൻ പറയുന്നത്. ദൈവത്തിന് മോശയെന്നില്ല, ദൈവത്തിന് ദാവീദെന്നില്ല, ദൈവത്തിന് ഇന്നവരെന്നില്ല, ആരും ഒന്നും ദൈവത്തിനൊരു വിഷയമല്ല. ദൈവപ്രമാണം അനുസരിക്കുന്നവരെ ദൈവം എടുത്ത് ഉപയോഗിക്കും, അല്ലാത്തവരെ ദൈവം ഖണ്ഡനം ചെയ്ത് കളയും. റോമാലേഖനം പഠിപ്പിക്കുന്ന സന്ദേശം അതാണ്. മോശയുടെ പ്രമാണം അനുസരിക്കുന്നു 2-3 സാക്ഷികളുടെ വാമടി കേട്ട് മരണശിക്ഷ കൽപ്പിച്ചെങ്കിൽ, ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിക്കാത്തവന് ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്നിടുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിക്കുകയും. എന്താ ദൈവമക്കളെ, ശരിയല്ലേ ആൻറ്റി? ഹല്ലേലൂയ. നമ്മളാരുമല്ല. കർത്താവ് നമ്മളോട് പ്രവർത്തിക്കുക. കർത്താവെ നീ പ്രവർത്തിക്കണമേ, നിന്റെ ഒരു ഉപകരണമായി ഞാൻ എന്നെ ഏൽപ്പിച്ചു വരുന്നു. കർത്താവെ എന്നിലൂടെ സംസാരിക്കണമേ, കർത്താവെ എന്നിലൂടെ പ്രവചിക്കണമേ, കർത്താവെ എന്നിലൂടെ മറ്റുള്ളവർ വിവേചിക്കണമേ, കർത്താവെ എന്നിലൂടെ ഇടപെടണമേ, അങ്ങനെ ഒരു ഉപകരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റാത്ത ആരെ കൊണ്ടും ദൈവത്തിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ഈ വലിയ വേദികൾ പങ്കിടാൻ നേരത്ത് എൻ്റെ ഉള്ളിലൊരു കിടുങ്ങല. കാരണം വലിയ സെൻട്രൽ വലിയ PhD ബിരുദം എടുത്തവർ, വലിയ ബിബ്ലിക്കൽ തിയോളജി സെമിനാറുകൾ പഠിപ്പിക്കുന്ന സാറുമാരൊക്കെ ഇരിക്കുന്ന സ്ഥാനത്ത് എനിക്ക് വേദി കിട്ടുമ്പോൾ ഞാൻ ആദ്യം ഒന്ന് കിടുങ്ങും. കാരണം എന്താ, എങ്ങനെ അവരുടെ മുമ്പിൽ ഫേസ് ചെയ്യുന്നത്? മറുവശത്ത് നീയല്ല ഫേസ് ചെയ്യുന്നത്, ഞാൻ നിന്നെ ബലപ്പെടുത്താം. അവർ ധൈര്യമായിട്ട് കരുത്ത്. കർത്താവാണ് നമ്മളോട് പ്രവർത്തിക്കുന്നത്, കർത്താവാണ് നമ്മളോട് സംസാരിക്കുന്നത്. മോശ പറഞ്ഞു ഞാൻ വിക്കനാണ്, സാരമില്ല, അഹരോനെ ഞാൻ എടുത്തോളാം, നീ ചെല്ലെ, മുമ്പോട്ട് ചെല്ലേ. കർത്താവ് പറഞ്ഞ് അനുസരിച്ചാൽ മതി. ഇന്നലെ ഞങ്ങൾ പറഞ്ഞു, വീഞ്ഞ് വീട്ടിൽ അമ്മച്ചിയോട് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു അവനെന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്യാൻ പറഞ്ഞു. അവനെന്താ കൽപ്പിച്ചത്? വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. വെള്ളം നിറച്ചപ്പോൾ തന്നെ അത് വീഞ്ഞായി. ഓ, ഇത് ചിന്തിച്ചു നോക്കിയേ, വെള്ളം നിറച്ചപ്പോൾ തന്നെ അത് വീഞ്ഞായി. ഇനി കോരിക്കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. കാരണം എന്താ, അവർ പറയുകയാണെങ്കിൽ ഇങ്ങനെ തമ്പിട്ട് നിൽക്കുക, തമ്പിട്ട് നിന്നാൽ എന്ത് ചെയ്യും? വീഞ്ഞ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് എല്ലാത്തിനും 2 അടിയും പരിച്ചിട്ട് അവർ പോവുകയും ചെയ്യും. സാധ്യത. കാരണം വീഞ്ഞ് അവിടെ പ്രധാന ആഹാരമാണ്. സ്തോത്രം. ഒരു യഹൂദൻ്റെ ഉത്സവമാകട്ടെ, വിവാഹമാകട്ടെ, ഏത് സ്തോത്രം ഒരു പ്രശ്നം വന്നാലും അവിടെ വീഞ്ഞ് പ്രധാനമായിട്ട് അവർ ഉപയോഗിക്കുന്നവരാണ്. സ്തോത്രം. അപ്പോൾ അവിടെ കർത്താവ് എന്ത് ചെയ്തു? മഹാത്ഭുതം പ്രവർത്തിക്കാനിടയായി. ആ പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കാൻ കർത്താവ് പറഞ്ഞാൽ നമ്മൾ ഉപദേശം പറഞ്ഞാൽ മതി. അവർ വചനം കേട്ട് അനുസരിച്ചോളൂ. ഉപദേശം പറയണം നമ്മൾ. അവിടെ തത്വജ്ഞാനം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നടക്കത്തില്ല. അവിടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കണം. പത്രോസ് പറയുന്നു, ദൈവവചനം പ്രസംഗിക്കും, ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്നു. പൗലോസ് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവരായി നിൽക്കാൻ ശ്രമിക്കുക. എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല,
ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയും നമ്മുടെ വാക്കുകളുടെ ഗാംഭീര്യത്തിൽ ദൈവാത്മാവ് കയറി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല പ്രിയമുള്ളവരേ. പൗലോസിനെ ഏൽപ്പിച്ചു കൊടുക്കണം. എല്ലാവരും ബൈബിളിൻ്റെ ഒരു വാശത്ത് കുറിച്ചിടണം. റോമർ 15:18 ഞാനാകാൻ എന്നെ സഹായിക്കണമേ. ആ പൗലോസിനെ പോലെ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ എന്നെ സമർപ്പിക്കണമേ എന്ന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ കഴിച്ചു കിടക്കുന്ന ലോകജാതികളുടെ ഇടയിൽ നമുക്ക് അല്പം രുചി പകരാൻ കഴിയും. ഈ അന്ധകാരത്തിൽ കിടക്കുന്ന മനുഷ്യരുടെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയും? ഒരല്പം വെളിച്ചം കൊടുക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇനി ഞാൻ വചനത്തിലേക്ക്, റോമാലേഖനത്തിലേക്ക് വായിച്ചു നിർത്തിയ വാക്യത്തിലേക്ക് വരാം. വായിക്കട്ടെ ചായ സ്തോത്രം. ആരെങ്കിലും വായിച്ചാട്ടെ. റോമാലേഖനം 6 അവിടെ നിങ്ങളും മരിച്ചവരെന്നും ദൈവത്തിൽ ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഓരോ ദിവസവും എണ്ണിക്കൊള്ളണം. ഡേ ബൈ ഡേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് പറയാൻ കേവലം തന്നുകൊണ്ട് ഞാൻ പറയുക, ഇത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാവരും തപ്പുന്നത് എന്താ? മൊബൈലാ അല്ലേ? ശരിയല്ലേ? ആരെങ്കിലും മെസ്സേജ് അയച്ചു? അപ്പോൾ നമ്മളൊക്കെ വരിക ആരെങ്കിലും സൗരന്മാർ നമ്മളെ മെസ്സേജ് വല്ലതും അയച്ചു വന്നിട്ട് ഇല്ല, ചിലർ അതിനല്ല മെസ്സേജ് അയച്ച് എന്തെങ്കിലും ചീഞ്ഞളിഞ്ഞാൽ അതിൽ വല്ലതും ഉണ്ടോയെന്ന് കാണാൻ. അപ്പം അങ്ങനെ ആയിപ്പോയി. ഞാനിത് ഒരു വെറുതെ പറയുകയല്ല. ഒരു അനുഗ്രഹീതനായ ദൈവദാസൻ പ്രവചന വിഷയങ്ങളെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സഹോദരി, നല്ല മിടുക്കിയായൊരു സഹോദരി, MBAക്ക് വന്നുകൊണ്ടൊക്കെ പഠിക്കുന്നൊരു സഹോദരി, രക്ഷിക്കപ്പെട്ട സഹോദരിയാണ്, മൊബൈലിലാണ് ബാക്കി കൊടുത്ത് വായിക്കുന്നത്. ദേവദാസൻ വാക്യം വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാവെടുത്ത് വായിലോട്ട് ഇടുമ്പോൾ തന്നെ ഈ സഹോദരി എന്ത് ചെയ്യുക? വായിക്കുക. അത്ര മൊബൈൽ എക്സ്പെർട്ടാണ്. വായിച്ചോളുക. അങ്ങനെ വായിച്ച് വചനങ്ങൾ വായിച്ച് സഹായിച്ചുകൊണ്ടിരുന്ന സഹോദരി ഒരു പ്രധാന വായിക്കാൻ പറഞ്ഞപ്പോൾ ഈ സഹോദരി തമ്പിട്ടിരിക്കുകയാണ്. അപ്പോൾ പാസ്റ്റർ ചോദിച്ചു, വായിക്കുക സഹോദരി. വായിച്ചുകൊണ്ടിരുന്നില്ലേ? വായിക്കുക. കാരണം ഏതോ ഒരുത്തൻ കയറി വന്നിരിക്കുക അതിൻ്റെ ഉള്ളിൽ. മനസ്സിലാവുന്നവർക്കായി സ്വന്തം ചാറ്റ് ചെയ്യാൻ കയറി വന്നിരിക്കുക. ഹല്ലേലൂയ. എന്താ കാര്യം? അവരെ നിയന്ത്രിക്കുന്നത് മൊബൈലാണ്. മൊബൈൽ നല്ലതാണ്. ഈ മൊബൈൽ നല്ലതാണ്. ആത്മീയ വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. വചനങ്ങൾ വായിക്കാനും പഠിക്കാനും വചനങ്ങൾ സെൻഡ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഇത് നമ്മളെ നരകത്തിൽ കൊണ്ടെത്തിക്കുന്ന സാധനമാണെന്ന് ദൈവ മക്കൾ മനസ്സിലാക്കണം. ഇതിന്മേലുള്ള കളി ഞാനും നിങ്ങളും സ്വത്രം കർത്താവ് എന്നോട് പറഞ്ഞെന്നെ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്നോട് മാത്രമേ പറയുള്ളൂ, എല്ലാവരോടും പറയും. പക്ഷേ ആരും കേൾക്കത്തില്ല. അതുകൊണ്ട് എന്നോട് പറഞ്ഞാൽ നിങ്ങളോടും പറയാം. സ്വത്രം വളരെ സൂക്ഷിക്കുക. നമുക്ക് ആവശ്യമുള്ള ആത്മീക വളർച്ചയ്ക്ക്, ആത്മീയ വർധനവിന്, ആത്മീയ നിറവിന് ആവശ്യം മാത്രം നമ്മൾ ഈ സാധനം ഉപയോഗിക്കുക. ലോകം മുഴുവൻ കണ്ട് നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ലോകത്തെ നശിപ്പിക്കുവാൻ പിശാച് എടുത്തു ലോകത്തിൻ്റെ മുൻപാകെ കൊടുത്ത് തങ്ങളുടെ കൈപ്പടിയിൽ സന്തോഷിച്ചു കൊണ്ടിരുന്നു എന്ന്. സ്വത്രം. പ്രവൃത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ കല്ലേറ് കൊണ്ട് ചാകുന്നതിന് മുൻപ് സ്തേഫാനോസ് വിളിച്ചു പറഞ്ഞതാ, തങ്ങളുടെ കൈപ്പണിയിൽ സന്തോഷിച്ചു കൊണ്ടിരുന്നു. ഏതാ ഈ കൈപ്പണി? ഇതാണ്. ഏതാ ഈ കൈപ്പണി? ലാപ്ടോപ്പ്. ഏതാ ഈ കൈപ്പണി? ഈ ലോകത്ത് നമുക്ക് ഉപയോഗിക്കാൻ തന്നിരിക്കുന്നില്ല. ആവശ്യം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? ആ ഭാഗത്തേക്ക് പോകരുത്, നോക്കരുത്. വേദോസ്തം വായിക്കണം, പ്രാർത്ഥിക്കണം. പക്ഷേ ഞങ്ങളുടെ മൊബൈലിൽ വേദോസ്തമൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആപ്പ് വെച്ചിട്ടുണ്ട്. ഉള്ള നല്ല കാര്യം. വായിക്കാറുണ്ടോ? സമയം കിട്ടാറില്ല പാസ്റ്ററെ. അത് നിൻ്റെ ജീവിതത്തിൽ ഒരു ആപ്പായിട്ട് തീരും. പിന്നെ വായിക്കാതിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരല്പസമയം നമ്മൾ ടെലിഫോൺ എക്സ്ചേഞ്ചിലൂടെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ചെറിയ കഷ്ണം വാക്യം എടുത്ത് വായിച്ച് എന്തൊരു മനോഹരമാണ്. വാക്യത്തിന് മുമ്പാകെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. എത്ര മനോഹരം. ഇന്ന് രാവിലെ 5 ഗ്ലാസ് പാല് കുടിച്ചിട്ടാണ് നിൽക്കുന്നത്. തോന്നുന്നുണ്ടാണ് 5 ഗ്ലാസ് ദൈവവചനമെന്ന മായമില്ലാത്ത. അപ്പം 5 ഗ്ലാസ് പാലെടുത്തും കുടിച്ചുകൊണ്ട് അവന് ആരോഗ്യം ഉണ്ടാവില്ലേ? ആത്മീയമായിട്ടാണല്ലോ. ഭൗതികമായിട്ട് നിൽക്കാൻ വയ്യ. സ്വത്രം നിൽക്കാൻ വയ്യെന്ന് വെച്ചാൽ അത്ര വലിയ ഇതൊന്നുമല്ല. പക്ഷേ ഒരു ആത്മീകമായ ബലം നമുക്ക് കിട്ടണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 63-ാമത്തെ വാക്യം എല്ലാവരും വായിക്കുക, നോട്ട് ചെയ്യുക. വാക്യം സ്വത്രം ഒന്ന് വായിച്ചു പെട്ടെന്ന് വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 6:63. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. മാംസം ഇന്ന് അച്ചായമ്മത്തൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ബീഫാന്ന് പറഞ്ഞു. അല്ല, കുഴപ്പമില്ല, വലിയ ഗുണമൊന്നുമില്ല, കുറച്ച് കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അടുത്ത്
അടുത്ത വായി കണ്ടിന്യൂ ചെയ്തു. ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നു. അടുത്തത് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ യഹൂദ പരീക്ഷകളോട് കർത്താവ് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഏറ്റെടുക്കാൻ പറ്റിയില്ല. ഇന്ന് തൽക്കാലം നമുക്കൊന്ന് ഏറ്റെടുക്കാമോ? കർത്താവ് തരുന്ന വചനങ്ങൾ ആത്മാവുണ്ട്, അതിൽ ജീവനുണ്ട്. അത് നമ്മളെ നിലനിർത്തുന്നതാണ്, അത് നമ്മളെ ശക്തീകരിക്കുന്നതാണ്, നമ്മുടെ രോഗാത്മാവിനെ കനിക്കുന്നതാണ്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് മറുപടി തരുന്നതാണ്. അവനവരെ വചനം വായിച്ച് സൗഖ്യമാക്കി. ജഗതാലദാസൻ പറഞ്ഞല്ലോ, എരികോല് വെള്ളം കൊത്തൊഴുകുക. ആരാ പറഞ്ഞ എനിക്കറിയില്ല. വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, ജലത്തിന് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു മോശ? എന്ത് ചെയ്തു അവര്? ഒന്ന് പറഞ്ഞു, എന്താ അവര് ചെയ്തെന്ന് പറഞ്ഞു. അതാ കറക്റ്റ്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാൻ നദിയിലോട്ട് കാല് തൊട്ടപ്പോൾ യോർദാൻ നദി പിന്മാറാൻ തുടങ്ങി. ഏതാണ് ഈ പെട്ടകം? യേശു ക്രിസ്തുവാകുന്ന പെട്ടകം. ദൈവവചന വ്യവസ്ഥ പ്രകാരം, ക്രിസ്തുവിന്റെ വചനപ്രകാരം, ക്രിസ്തുവിന്റെ ഉപദേശപ്രകാരം ഞാനും നീയും പ്രതികൂലത്തിന്റെ നടുവിലോട്ട് സ്തോത്രത്തോടെ ഇറങ്ങിച്ചെന്നാൽ നമ്മുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങളെ ഇവ മാറ്റി. അപ്പൊ നിങ്ങളൊരു ചോദ്യം എന്നോട് ചോദിക്കും, പക്ഷെ എന്റെ പ്രതികൂലം മാറുന്നില്ല, എന്റെ കഷ്ടത മാറുന്നില്ല, എന്റെ പ്രശ്നം മാറുന്നില്ല, എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. എന്താ കാരണം? വ്യവസ്ഥ പ്രകാരമാണോ ജീവിതം? നമ്മളെപ്പോലെ വചനം അറിയാവുന്നവര് ലോകത്തിൽ വേറെ ആരുമില്ല. നമ്മുടെ PC ജോർജ് എന്ന് പറഞ്ഞ MLA വായെടുത്താൽ തിരികെ പറയുള്ളൂ. പുള്ളി പറയണത് പെന്തക്കോസ്തുകാരെ കണ്ടുപിടിക്കണമെന്ന്. കാരണം മുടിനാറ് കീറി വചനം പഠിച്ച് നടക്കുന്നവരാണ് പുള്ളി സാക്ഷ്യപ്പെടുത്തുക. സ്വത്രം. പക്ഷെ ആ വചനവുമായിട്ട് അനുസരിച്ച് ജീവിച്ച് അതിൻ്റെ ആത്മീകമായ അനുഗ്രഹങ്ങളും അതിൻ്റെ സന്തോഷവും അതിൻ്റെ സമാധാനവും അതിൻ്റെ പ്രത്യാശയും ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയുന്നുവെന്ന് ഈ 2ാം ദിവസത്തിലെ മീറ്റിങ്ങിൽ ഒന്ന് ശോധന ചെയ്ത് ദൈവമക്കളെ. ഹല്ലേലൂയ. പ്രസംഗിക്കുന്ന ഞാനും ശോധന ചെയ്യണം, നിങ്ങളും ഒരുമിച്ച് ശോധന ചെയ്യണം. അങ്ങനെ ശോധന ചെയ്ത് ഒരു കറപ്ഷനിലേക്ക് വന്ന് ഒന്ന് തിരുത്തി 2 തുള്ളി കണ്ണീരൊഴുക്കി, കർത്താവെ ഞാൻ തോൽവി അടഞ്ഞു പോകുന്നു, കർത്താവെ ഞാൻ പരാജയപ്പെട്ടു പോകുന്നു, എന്നോട് കരുണ കാണിക്കണമെന്ന് പറഞ്ഞാൽ ആത്മീകമായ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നു. ഹല്ലേലൂയ. പക്ഷേ അടുത്ത വാക്യത്തിലേക്ക് വരാം. അപ്പോൾ അവിടെ നിങ്ങൾ പാപത്തിൽ മരിച്ചവരെന്നും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവിൽ ജീവിക്കുന്നവരും നിങ്ങളെ തന്നെ എണ്ണണം. ആകയാൽ പാപം നിങ്ങളുടെ മർദ്ദ ശരീരത്തിൽ അവന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, ഈ വാക്യത്തിന്റെ അർത്ഥം എന്താ? ഇനി ഒരു കാര്യം പറയാം. എന്നെ ദൈവവചനം പഠിപ്പിച്ചത് 94 വയസ്സുള്ള IPCയിലെ കെ ഇബ്രാഹിം സാറിൻ്റെ സമകാലികനും തൻ്റെ ശിഷ്യനുമായ ഒരു കർത്താവിൻ്റെ ദാസനായി. അപ്പോൾ 25 വർഷം ഒരോടൊപ്പം ബന്ധക്കോസറിനായിട്ട്, നിങ്ങൾക്ക് കൂടി അത് അനുഗ്രഹമായി തീരട്ടെ, ഒരോടൊപ്പം ബന്ധക്കോസറിനായിട്ട് നടന്ന് ഈ കർത്താവിൻ്റെ ദാസൻ്റെ അടുക്കൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മുഖാന്തരം ചെന്നപ്പെട്ടാനിടയായി. ചെന്ന് ഇദ്ദേഹത്തിന് മുമ്പിൽ വചനശുശ്രൂഷ 1 മണിക്കൂർ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ദൈവവചനത്തിൻ്റെ ശരിയായൊരു പഠനത്തിലേക്കാണ് ജനത്തെ നയിക്കുന്നത്. മനസ്സിലായി. അന്ന് മുതൽ ശിഷ്യപ്പെട്ട് 15 വർഷം പുള്ളിയുടെ കൂടെ നടന്നു. ആരുടെ കൂടെ നടന്ന പോലെ? ഏലിയാവിൻ്റെ പുറകെ ഏലീശ നടന്ന പോലെ. ഏലീശയുടെ പുറകെ ഗേഹസി നടന്ന പോലെ അല്ല കേട്ടോ. ഗേഹസി ഗുണമില്ലാത്തവനായിപ്പോയി, ഒട്ടാൻ പിടിച്ച് ആകെ വല്ലാത്ത അവസ്ഥയിൽ. ഞാൻ വിചാരിക്കാം, ഈ അനുഗ്രഹീതനായ ദൈവദാസന്മാരുടെ കൂടെ നടക്കുന്നവരെങ്കിൽ ഈ കുട്ടം പിടിക്കുന്നു, വ്യവസ്ഥ വിട്ട് പോകുന്നു. ഇവിടെ ദൈവത്തിന് ഗേഹസി എന്നില്ല, ഏലീസ എന്നില്ല, മോശ എന്നില്ല, ദാവീദ് എന്നില്ല, ദാമ്പാസ്ത്ര എന്നില്ല. ആ ദൈവത്തിന് മുഖപക്ഷമില്ല. യാക്കോബിന്റെ കൊച്ചിലേഖനത്തിൽ ദൈവം പറയും ദൈവത്തിന് മുഖപക്ഷമില്ല. നമുക്കാണ് മുഖപക്ഷമുള്ളത്. നമ്മൾ വിവിധ നിലയിൽ മുഖപക്ഷം നോക്കിയാണ് നമ്മൾ ജീവിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് പോലും മുഖപക്ഷമില്ലായിരുന്നു. ഇന്ന് രാവിലെ ആ വാക്യം വായിച്ചായിരുന്നില്ലേ നമ്മൾ? എന്നെടുത്ത് വായിച്ചു കൊടുത്തേ. മത്തായിയുടെ സുവിശേഷം 22:16, മർക്കോസ് 12:14. വേറൊരാൾ പെട്ടെന്ന് വായിച്ചു. ഇടയിൽ കയറി വന്നുകൊണ്ട് പറഞ്ഞു പോയതാ. യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകും. അടുത്തേ വായിക്കാം. 22:16 വാക്യം. ഗുരു അങ്ങനെ പടപടാന്ന് വായിച്ചു പോയ ഒന്നും കിട്ടത്തില്ല. ഗുരു
നീ സത്യവാൻ. ദൈവത്തിന്റെ വഴി. 2 ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവൻ. 3 മനുഷ്യരുടെ മുഖം നോക്കാത്തവൻ. ആരെയും ശങ്കയില്ലാത്തവൻ. മർക്കോസിൽ ആരെയും ഗണ്യമാക്കാത്തവൻ. അതാ കർത്താവിന്റെ സ്വഭാവം. നമ്മുടെ മുമ്പിലിരിക്കുന്ന ജനത്തെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തരുന്ന വചനങ്ങൾ മുഖം നോക്കാതെ പറയുമ്പോൾ അത് വചനമായി. അതവർക്ക് ഏറ്റെടുക്കാം. ആരാണെങ്കിലും അവർക്ക് ഏറ്റെടുത്ത് ശുദ്ധീകരണം പ്രാപിക്കാം. അങ്ങനെ ഒരു അവസ്ഥ പാസ്റ്റർ ഇന്ന് കാണുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ ആത്മീയഗോളത്തിൽ കാണുന്നില്ല. അവരവർക്ക് തോന്നിയതുപോലെ ഞങ്ങളെ പഠിപ്പിച്ച ദൈവദാസൻ പറയും, ഒരു വാക്യം വായിച്ചിട്ട് വല്ലതൊക്കെ പറയുക. ഒരു വാക്യം വായിച്ചിട്ട് വല്ലതൊക്കെ പറയുക. ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നിത്യജീവൻ. നിത്യജീവൻ എങ്ങനെ പ്രാപിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് പല ഭാഗങ്ങളിലൂടെ ദൈവാത്മാവ് ലിങ്ക് ചെയ്ത് തരുന്ന വചനങ്ങൾ എടുത്ത് ക്രോഡീകരിച്ച് പ്രസംഗിക്കുക ചെയ്യുന്നത്. പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ച് നിത്യജീവൻ പ്രാപിക്കണം. രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടോ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതുകൊണ്ടോ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുകയില്ല. ദൈവവചനത്തിൻ്റെ ഉപദേശം അനുസരിച്ച് ജീവിച്ച് ഓരോ ദിവസവും നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ക്രിസ്തുവിൻ്റെ ഭാവവും ക്രിസ്തുവിൻ്റെ മനസ്സും അവൻ്റെ ദിവ്യ സ്വഭാവവും നമ്മളിലേക്ക് വരാത്തോളത്തോളം കാലം സ്വർഗരാജ്യം നമുക്ക് അടഞ്ഞിരിക്കും. എല്ലാവരും പറയത്തില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഇടപാട് തീർക്കും എല്ലാവരും വിളിച്ചേർന്നു. എന്നാൽ അച്ഛൻ എന്നെ തല്ലത്തില്ലെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് വിളിച്ചു വരുത്തിയത്. എന്നെ കേൾക്കുന്നവരെ, എനിക്ക് ആരോടും പിണക്കില്ല. നമുക്ക് നിത്യജീവൻ പ്രാപിക്കണ്ടേ? ഞങ്ങളോട് ഈ 94 ദിവസം ചോദിച്ചു, സഹോദരൻ എന്തിനാണ് രക്ഷിക്കപ്പെട്ടത്? അപ്പോൾ ഞാൻ പറയാ, തീർച്ചയായിട്ടും വില ചെയ്യുക. ഓ അത് ശരി, കൊള്ളാം, അവിടെ ഇരി. നിന്നെപ്പോലെ പമ്പര വിട്ടി ലോകത്ത് വരില്ല. നീ എന്തിനാണ് രക്ഷിക്കപ്പെട്ടത്? അത് ഞാൻ പാപം നിറഞ്ഞ ജീവിതത്തിൽ പാപം ചെയ്ത് ജീവിക്കുകയായിരുന്നു. പാപത്തിന് മുക്തി നേടാനാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അവിടെ ഇരി, നിനക്കും കോഴിമുട്ട. വിവാഹത്തിനോട് നീ എന്തിനാണ് രക്ഷിക്കപ്പെട്ടത്? ഞാനേ ദൈവവചനമെടുത്ത് എല്ലാവരോടും പ്രസംഗിച്ചിട്ടോടൊക്കെ രക്ഷിക്കപ്പെട്ടത്. ഇങ്ങനെ 10-20 പേര് കൂടിയിരുന്ന സ്ഥാനത്ത് ഇവിടെ നമ്മൾ 10-12 പേര് എല്ലാവരും ഓരോ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു. ഞാനും വിളിച്ചു പറഞ്ഞു ഒരു പൊട്ടത്തരം. അവസാനം പുള്ളി പറഞ്ഞു, രക്ഷിക്കപ്പെട്ടത് രക്ഷാപൂർത്തി പ്രാപിച്ച് സ്വർഗത്തിലെത്താനാണെന്ന്. അന്നാണ് മനസ്സിലായത് രക്ഷിക്കപ്പെട്ടത് ഇതിനാണ്. ഇവിടെ കിടന്ന് കളിക്കാനല്ല, ഇവിടെ കിടന്ന് സർക്കസ് കാണിക്കാനല്ല. രക്ഷാപൂർത്തി പ്രാപിക്കുന്ന വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഞാനും ഉൾപ്പെടണം. അതിനാണ് രക്ഷിക്കപ്പെട്ടത്, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്, ദൈവവചനമായി തീർന്നത്. അതിനിടയിൽ ദൈവത്തിന് നിന്നിലൂടെ പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ നീ അതിന് അനുസരിച്ച് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നിന്നിലൂടെ പ്രവർത്തിക്കും. ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുത്താൽ അവരിലൂടെ പ്രവർത്തിക്കും. ഞാൻ ചോദിച്ചു, ഈ അന്ധമാർഗത്തിൽ രക്ഷിക്കപ്പെട്ട് വരുന്ന പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണനെ തന്നെ എടുക്കാം. ഉപദേശിമാരിൽ എൻ്റെ ഒരു ഗുരു കൂടിയാണ് പുള്ളി. പുള്ളിയുടെ പ്രസംഗങ്ങളും പുള്ളിയുടെ ജീവിതമൊക്കെ ഒന്ന് കേട്ടാൽ അല്ലേ, കസേര തുടച്ചുകൊണ്ടിരുന്ന കാര്യം ആരാ പറഞ്ഞു? ആരും ഒരാൾ പറഞ്ഞു കസേര തുടച്ചുകൊണ്ടിരിക്കുകയാണ്. വടക്കേ ഇന്ത്യയിൽ വേലയ്ക്ക് വിളിച്ചു. അവിടെ ചെന്നപ്പോൾ കസേര തുടയ്ക്കാൻ ആളില്ല. പോൾ ഗോപാലകൃഷ്ണൻ പാസ്റ്റർ ഒരു 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 ടവലെടുത്ത് തലയെ കെട്ടിയിട്ട് ഓരോ കസേര ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പ്രസംഗി ഉപദേശി എന്തേ? ആ ഉപദേശി ഒരു ചെറിയ പണിയിലായിരിക്കുക. എന്ത് പണി? അതൊരു പിന്നെ പറയാമെന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക. അവസാനം ആൾ കൂടിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഉപദേശി ആ തലയെ തലക്കെട്ടും കിട്ടി കസേര ഉടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളിയോട് ഇന്ന് ചോദിച്ചു, എന്തിനാ പാർസൽ ഉടയ്ക്കുന്നത്? നിങ്ങൾ വരാത്തതുകൊണ്ട്. നിങ്ങൾ വന്ന് ഏറ്റെടുത്ത് ഞാൻ അങ്ങോട്ട് പൊക്കോളാം. സ്വത്രം. അതാണ് കർത്താവിൻ്റെ വേല. കർത്താവ് ഈ പത്രോസിനോട് എന്താ പറഞ്ഞത്? നിന്റെ കാല് ഞാൻ കഴുകുന്നില്ലെങ്കിൽ. അപ്പോൾ എന്താ പറഞ്ഞു പത്രോസ്? എന്നെ ആ വെള്ളം എടുത്ത് എൻ്റെ മേത്തോട്ടങ്ങ് ഒഴിച്ചേക്കാൻ. കാരണം എന്താ? പങ്ക് കൂടുതൽ കിട്ടാൻ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ അറിവുകളോ നമ്മുടെ കഴിവുകളോ നമ്മുടെ വിദ്യാഭ്യാസങ്ങളോ നമ്മുടെ കുടുംബ മഹിമയൊന്നും ശുശ്രൂഷയ്ക്ക് യോഗ്യമല്ലെന്ന് ഓർത്തുകൊള്ളും. ഒരു പാട്ട് അതിനു വേണ്ടി ഞാൻ പറയാം. നിജരായി ഗണിച്ചിരുന്ന പേത്രനാദിയായ ധീവരരെ ദൈവകൃപയാൽ ശേഷി കൊണ്ട് അലങ്കരിച്ചു പരം പ്രേഷണം ചെയ്തവനിയിൽ ഗുരുക്കളാക്കി. നീചരായി ഗണിച്ചിരുന്ന ആരായി നീചരായി ഗണിച്ചിരുന്നത്? പറഞ്ഞേ. മുക്കുവന്മാർ. അല്ല, എൻ്റെ കൂട്ടത്തിലൊരു സഹോദരനുണ്ട്. അവൻ നീചരായിട്ട് കന്യവനാണ്. പക്ഷെ അവൻ ശ്രേഷ്ഠനും മാന്യനുമായിട്ടൊരു സഹോദരനാണ്. ആരോട് സുവിശേഷം പറയാൻ യോഗ്യനാണ്. കാരണം സമൂഹം അറയ്ക്കപ്പെട്ട് കിടന്നവരെ കർത്താവ് തെരഞ്ഞെടുത്ത് ശേഷി കൊണ്ട് അലങ്കരിച്ചു. വാട്ട് ഈസ് ദ മീൻ ബൈ ശേഷി? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം അങ്ങോട്ട് വന്നപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്ത, ചക്കും ചുക്കും അറിഞ്ഞുകൂടാത്ത, ഈ ലേഖനം പോലും ഒന്ന് എഴുതാൻ അറിഞ്ഞില്ലെന്നാണ് ആ ലേഖനത്തിന്. ആ ലേഖനം ആരാ എഴുതിയ? പത്രോസിന്റെ ലേഖനം ആരാ എഴുതിയ? അറിയത്തില്ല.
വേദവസ്തു അരച്ചു കലക്കി കുടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലല്ലല്ല, അത് പല കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. പത്രോസിന്റെ ലേഖനത്തിൽ അവസാനം കൊണ്ട് എടുത്ത് വായിച്ച്, അവസാനം അധ്യായം എടുത്ത് വായിച്ച്, 1-ാം ലേഖനം അവസാനം അധ്യായം എടുത്ത് വായിച്ച് എന്നാണെന്ന് തോന്നുന്നു. അറിഞ്ഞിരിക്കണ്ടേ? നിങ്ങളെ പ്രബോധിപ്പിച്ചു, നിങ്ങൾ നിൽക്കുന്നത് വായിച്ചോ വായിച്ചോ വായിച്ചോ, അത് തന്നെ വിശ്വസ്ത സഹോദരനെന്ന് നിരൂപിക്കുന്ന സെൽവനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. പുള്ളി എഴുതാറിനൂടാ. ഞാനൊന്ന് പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണേ. പത്രോസിന്റെ ലേഖനം PhD എടുത്ത് നടക്കുന്നവർക്ക് അതിൻ്റെ വാലിപ്പം അറിയത്തില്ല ഇന്നും. ഞങ്ങൾ സാറ് പഠിപ്പിച്ച് എനിക്ക് മനസ്സിലായി. അവിടെ സാറ് പറയാം, TP അബ്രഹാം സാറ്, ഷോരൻ ബൈബിൾ കോളേജിലാണ്. സാറത് പറഞ്ഞു, ലോകത്തിലെ ആദ്യത്തെ സ്വത്രം ശാസ്ത്രജ്ഞൻ പത്രോസാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയിരിക്കുക, വായി നോക്കിയിരിക്കുക, ഇത് എന്താ അടുത്ത് പറയാൻ പോകുന്നത്. കാരണം ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന ആദ്യം എഴുതി വെച്ച പുള്ളിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ ഇവിടുത്തെ പല പുള്ളികളും യുദ്ധക്കൊതിയന്മാരെല്ലാം പിന്നീട് അത് കണ്ടുപിടിച്ചത്. ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് അപ്പോസ്തലനായ പത്രോസാണ് എഴുതി വെച്ചത്. നീചരായി ഗണിച്ചിരുന്ന പേത്രനാദിയായ ധീവരരെ ശേഷി കൊണ്ട് അലങ്കരിച്ചു പരം പ്രേഷണം ചെയ്ത അവനിയിൽ ഗുരുക്കളാക്കി തീർത്തു. ലോകത്തെ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഗുരുക്കളായി ആദിമ അപ്പോസ്തലന്മാരായ 30 സഹോദരന്മാരെ ദൈവം ഉപയോഗിച്ചെങ്കിൽ അവരെക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാരാണ് നമ്മൾ. ആ ശ്രേഷ്ഠന്മാരായതാ കുഴപ്പമായത്. ഒന്നുമില്ലെന്ന് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ ഇപ്പം നമ്മളൊക്കെ പത്രോസ്, യോഹന്നാൻ, യാക്കോബൊക്കെ ആയേനെ. ഞാൻ വചനം പറയാൻ പോകുമ്പോൾ, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ, ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഞാൻ ദൈവത്തോട് പറയും, കർത്താവ് എനിക്കൊന്നും അറിയത്തില്ല, എൻ്റെ നാവിൽ തരുന്നത് വിളിച്ചു പറയുവാനുള്ള കൃപ തരണമേ, എന്നിട്ട് അതനുസരിച്ച് ജീവിച്ച് അക്കരെ പോകാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ദൈവത്തിൽ മുമ്പോട്ട് വരുന്നത്. അടുത്ത വാക്യം വായിക്കാം, അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കാം, പെട്ടെന്ന് പോകാം, സമയം ഒത്തിരി. ആകയാൽ അവിടെ നിൽക്കട്ടെ. ഈ പാപം പാടരുതെന്ന് പൗലോസ് പറയാനുള്ള കാരണം എന്താ? ചോദ്യം. എനിക്ക് അങ്ങനെ ഒരു വലിയ സൂക്കേടുണ്ട് ചോദ്യം. അത് ചിലപ്പോൾ ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കും, കാരണം ആരും പറയാതിരിക്കുമ്പോൾ. പാപസംബന്ധമായി നമ്മൾ മരിച്ചു, ഇനി പാടരുത്. മനസ്സിലായില്ലേ? ഈ മാന്യദേഹം നല്ല പക്കയായിട്ട് പറയരുത്, കാരണം പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുക. വചനം പാപസംബന്ധമായി മരിച്ചു, കുടിച്ചിട്ടു, പാപം ചെയ്യുന്ന സാമ്പോൾ പാസ്റ്റർ തീർന്നു, പാപം ചെയ്യുന്ന ജോറിച്ചാൻ തീർന്നു, തൻ്റെ പേര് പാപം ചെയ്യുന്ന സണ്ടിച്ചാൻ തീർന്നു. ഇനി ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യൻ, ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യൻ. എവിടെ ചെന്നാലും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവൻ, എവിടെ ചെന്നാലും ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നവൻ. നമ്മൾ ക്രിസ്തുവിന് പകരം നിൽക്കുകയെന്ന് ഓർത്തോളം കേട്ടോ, അതാ ഉപദേശം. പൗലോസിന് പകരം നമ്മളെ നിർത്തിയിരിക്കുക, കർത്താവിന് പകരം നമ്മളെ നിർത്തിയിരിക്കുക. കർത്താവ് തിരിച്ചു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. ഇത് ഞാനായിരുന്നു ലോകത്തിൻ്റെ വെളിച്ചം. വചനമൊക്കെ പഠിപ്പിച്ചു, ഉപദേശമൊക്കെ പഠിച്ചു, ഇനി നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. നമ്മളിപ്പോൾ ഇരുണ്ട് കിടന്ന് എങ്ങനെ കർത്താവിനെ അറിയുന്നത്? നമ്മളിൽ ക്രിസ്തുവിൻ്റെ പ്രകാശം ഉണ്ടാകണം. സൂര്യൻ്റെ വെളിച്ചം ചന്ദ്രനിലേക്ക് തട്ടിയിട്ട് ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ നമ്മൾ ഓരോ പ്രകാശധാരകളായി തീരണം. ആ പ്രകാശധാര എന്നുള്ളത് ക്രിസ്തുവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ പാപം വാഴുവാൻ പാടില്ല. ഇതിൽ ഒരു ശ്രദ്ധേയമായ പഠനം, വാഴുവാനും വാഴുവാതിരിക്കാനും നമ്മളാണ് കാരണക്കാരൻ. കൊടുകുത്തി വാഴാൻ വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത പാപമല്ല, എന്ത് വേണമെങ്കിലും വന്നങ്ങ് വാഴും. പണ്ടൊരു രാജാവ്, ഹല്ലേലൂയ, രാജാവിൻ്റെ ഭൃത്യൻ, ഒരു കഥ ഞാൻ കേട്ടോ, ഭയങ്കര അർത്ഥസമ്പുഷ്ടം, അത് ശ്രദ്ധിച്ച് കേട്ടോ. രാജാവിൻ്റെ ഭൃത്യൻ ഇന്ന് രാജാവിനോട് പറഞ്ഞു, രാജാവേ, എന്തോ എത്ര വർഷമായി ഞാൻ രാജാവിനോടൊപ്പം ഇങ്ങനെ ഭൃത്യനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, എനിക്കൊരു ഭൂതി, എനിക്കൊരു മോഹം. എന്താണ് ശിഷ്യ, പറഞ്ഞോളൂ. ഒരാഴ്ചത്തേക്ക് ഞാൻ രാജാവായിട്ടൊന്ന് വേണോട്ടെ. ചോദിക്കുന്നവരാ, കൂടെ നിൽക്കുന്ന ആളല്ലേ. ഓക്കെ, ഒരാഴ്ച വേണം, ഒരാഴ്ച വേണം, ഒറ്റ ആഴ്ച വേണമല്ലോ കേട്ടോ. അത് കഴിഞ്ഞാൽ 7-ാം ദിവസം ഞാൻ തിരിച്ചെടുക്കും.
ഒരാഴ്ച രാജാവായിട്ട് രാജാവ് ഉടനെ തന്നെ രാജാവിൻ്റെ അങ്കി ഊരി, വസ്ത്രമൂരി, തലപ്പാവൂരി, മോതിരമൂരി, മാല ഊരി എല്ലാം ഊരിയിട്ടിട്ട് രാജാവ് വിളംബരം ചെയ്യുന്നു, ഇന്നു മുതൽ ഈ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പേരുണ്ട്, പേരൊന്നും എനിക്കറിയത്തില്ല, ഇദ്ദേഹമായിരിക്കും ഈ രാജ്യം ഭരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് അക്ഷരം പ്രതി എല്ലാവരും അനുസരിച്ച് കൊള്ളണം. എല്ലാവരും കൈയടിച്ച വാസം. 1, 2, 3 ദിവസം കഴിഞ്ഞപ്പോൾ രാജാവ് ഒരു കൽപ്പന എഴുതി. എന്താ കൽപ്പന? ഈ രാജാവിൻ്റെ തലയെടുക്കാനായിട്ട് മതി. രാജാവ് കൽപ്പന ഇട്ട് കഴിഞ്ഞില്ല, സംഗതിയെല്ലാം ഓക്കെ ആക്കി മുദ്രയിട്ട്, നമ്മുടെ എസ്തേറിൻ്റെ പുസ്തകത്തിൽ മുദ്രയിട്ട് വെച്ചേക്കില്ല, ഇനി വല്ലതും ചെയ്യാൻ പറ്റുമോ? അടുത്തങ്ങോട്ട് വെട്ടി മാറ്റി. എന്തിനാ ഈ കഥ പറഞ്ഞത്? കഥയായത് പാപം നമ്മളിൽ വാണായി നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് നിത്യജീവന് വേണ്ടി ഒരുങ്ങേണ്ട നമ്മൾ, ദൂതിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ഞാൻ എടുത്ത് പറയുന്നത്. നീതീകരണം പ്രാപിച്ചവൻ ദൈവവചനം അനുസരിച്ച് നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് നിത്യജീവനിലേക്ക് പോകേണ്ട നാം, പാപത്തിൽ നമുക്ക് വിടുതൽ തന്ന് സ്വാതന്ത്ര്യം തന്ന ആ അവസ്ഥയിൽ നിന്ന് പാപം നമ്മളിൽ വാണാൽ നമ്മുടെ നിത്യജീവൻ പോകും. പിന്നെ നമുക്ക് പാട്ട് പാടിക്കൊണ്ടിരിക്കാം, നിത്യജീവ മൊഴികൾ മുന്നിലുണ്ട് പരനെ, പാട്ട് പാടിക്കൊണ്ടിരിക്കാം. ഞങ്ങൾ നിത്യജീവനിലേക്ക് പോകുന്ന പാട്ടൊക്കെ പാടിക്കാം. അപ്പോൾ അങ്ങനെ എല്ലത്തില്ല, ഇടയ്ക്ക് വെച്ച് പോകും. ഞാനീ പറയുന്നത് നിങ്ങൾ അതിൻ്റെ സാരാംശത്തിൽ എടുക്കണം ദൈവമക്കളെ. നിങ്ങൾ തെറ്റായ നിലയിൽ ചിന്തിക്കരുത്. ഞാൻ പറയുന്നതിൻ്റെ ആത്മീയ അർത്ഥം ഒന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്കത് കാര്യം മനസ്സിലായി നമുക്ക് ദൈവത്തോട് അടുക്കാൻ കഴിയും, നമുക്ക് നിത്യജീവൻ പ്രാപിക്കാം. വഴി വെച്ച് നമ്മൾ നശിച്ചു പോകും. പിശാചായി ലോകത്തെ ഭരിക്കുന്നത്, പിശാച് ഈ ലോകത്തിൻ്റെ പ്രഭു, ഈ ലോകത്തിൻ്റെ ദൈവം, ഈ ലോകത്തെ അടക്കി ഭരിക്കുന്ന പിശാചാണ്. ആദിപിതാക്കന്മാരായ ആദാമും ഹവ്വയും വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചപ്പോൾ അത് പാപമായി. അന്നു മുതൽ ഭരണം പിശാചിൻ്റെ കൈകളിലേക്ക് വഴുതിപ്പോയി. യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് പാപത്തിന് പരിഹാരമായി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ആ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ അവന് നിത്യജീവൻ കിട്ടും. അതിൻ്റെ അർത്ഥം ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് സാധിച്ചു തന്നു. ഈ ശരീരം ഈ ദുഷ്ടപിശാച് ഭരിക്കുന്ന ഈ പാപലോകത്താണ് ജീവിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏത് സമയത്തും നമ്മളെ തെറ്റിപ്പോകണം. പാസ്റ്റർ സാമിനെ തെറ്റിക്കുവാൻ ദുഷ്ടനായ സാത്താൻ പുറകിലുണ്ടെന്നൊരു ചിന്ത എനിക്കുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ഞാനൊരു ഉപദേശിയാണെന്നും പറഞ്ഞ് ചാടിക്കളിച്ച് നടന്നാണ്ട് എൻ്റെ ഏപ്പടിച്ച് തിരിച്ചു കളയും. ഓരോ ദിവസവും ദൈവസന്നിധി ശുദ്ധീകരണം പ്രാപിച്ച് കണ്ണുനീര് കൊണ്ട് മുഖം കഴുകി, അതൊക്കെ പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന അമ്മമാർക്കൊക്കെ അത് മനസ്സിലാവും. കണ്ണുനീര് കൊണ്ട് മുഖം കഴുകി ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിലിരുന്ന് കർത്താവെ ഞാൻ ഏതുമില്ല, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്നലെ ഒരു ദൂത് നമ്മൾ കേട്ടല്ലോ. കുശവൻ്റെ കയ്യിൽ എന്ത് ചെയ്തു? കളിമണ്ണ് ഉടഞ്ഞുപോയി. കുശവൻ എന്ത് ചെയ്തു? ആ വാക്യം എടുത്തൊന്ന് വായിച്ചോട്ടെ. യിരെമ്യാപ്രവചനം 18 പെട്ടെന്ന് വായിച്ചോളാം, പെട്ടെന്ന് നിർത്തുക, സമയത്തിന് മുമ്പിൽ തന്നെ നിർത്തി.